Hi friends, welcome to SS World Academy for HSA Social Science. അപ്പോൾ നമ്മൾ HSA അല്ലേ ഭാവിയിലെ ഹൈസ്കൂൾ ടീച്ചേഴ്സാണ് നിങ്ങൾ. അപ്പോൾ ഞാനിപ്പോൾ തന്നെ സംസാരിക്കുന്നത് ഭാവിയിലെ സ്കൂൾ അധ്യാപകരോടാണ്. അപ്പോൾ നിങ്ങളുടെ മൈൻഡിലും ഈ ഒരു സോഷ്യൽ സയൻസ് എസ്പെഷ്യലി HSA സോഷ്യൽ സയൻസ് പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിലെ ഒരു മികച്ച അധ്യാപകനാണ് ഞാൻ എന്നൊരു ബോധം നിങ്ങൾക്കുണ്ടാവണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് നമ്മളുടെ HSAയുടെ പാർട്ട് ബി മൊഡ്യൂൾ 2 ഇന്ത്യ അതേപോലെ തന്നെ കേരള ഹിസ്റ്ററി, ഇതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഡിസ്കഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും വളരെ ഉഷാറായിട്ട് പ്രിപ്പറേഷൻ തുടങ്ങുക. പരീക്ഷ വളരെ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ഒരു ഭാവിയിൽ ഒരു അധ്യാപകനായാൽ അല്ലെങ്കിൽ ഒരു അധ്യാപികയായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു അവസരം നമ്മൾക്ക് കിട്ടുകയാണ് അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളെ മോൾഡ് ചെയ്യാൻ പറ്റും നമ്മൾക്ക്. അപ്പോൾ നമ്മളുടെ ഇതൊരു പാഷനായിട്ടുള്ളവരോട് ഉള്ള ആളുകൾ ഇതിലുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാവരും ഇത് പാഷനേറ്റ് ആയിട്ട് വേണം നിങ്ങളിത് പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ, നിങ്ങളൊരു ജനറേഷൻ മേക്കിംഗ് ആണ്. യു ആർ ഇൻ ദ പ്രോസസ് ഓഫ് മേക്കിംഗ് എ ജനറേഷൻ. ഓക്കെ, ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ ഉള്ള അധ്യാപകരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ ഒരു തൊഴിൽ പാഷനേറ്റ് ആയിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് പഠിക്കുന്ന സമയത്താണ്. കാരണം എന്താ, ഞാൻ ഇതിൽ ഭയങ്കര പാഷനേറ്റ് ആണ്. സ്വാഭാവികമായിട്ടും പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആരും ഇങ്ങനെ അല്ലേ ഉന്തി തള്ളി പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ വരികളിൽ നിന്നും ചോദ്യങ്ങളും ഉത്തരങ്ങളും കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും. അതാണ് പാഷനേറ്റ് ആയാലുള്ള ഒരു പ്രത്യേകത. ഓക്കെ, അപ്പൊ നിങ്ങൾ 10, 20, 30 വർഷമൊക്കെ ഒരു തൊഴിലെടുക്കാൻ പോവാണ്. ആ തൊഴിലെടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആ തൊഴിലിനോട് പാഷനേറ്റ് ആയിരിക്കും. എങ്കിൽ മാത്രമേ നമ്മൾക്ക് പുതിയ കുട്ടികളെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. പുതിയ കുട്ടികൾ നമ്മൾ പറയുന്ന പോലെയൊന്നുമല്ല, പഴയ നമ്മൾ പഠിച്ച തലമുറയിലെ കുട്ടികളൊന്നുമല്ല. ഭയങ്കരമായിട്ട് അവകാശബോധങ്ങളുള്ള കുട്ടികളാണ്, ഭയങ്കരമായിട്ട് ധർമ്മബോധമുള്ള കുട്ടികളാണ്. പുതിയ കാലഘട്ടത്തിൻ്റെ പോസിറ്റീവ് ഉൾപ്പെടുന്നതോടൊപ്പം തന്നെ നെഗറ്റീവ് സൈഡും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ് അല്ലെങ്കിൽ കുട്ടികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പം അവരെ പാഷനേറ്റ് ആയിട്ട് ഡീൽ ചെയ്യുക. അപ്പോൾ നമ്മൾ അധ്യാപകനാണല്ലേ ഗുരു. അപ്പോൾ ഗുരുവിന് ശിഷ്യന്മാരെക്കാൾ കപ്പാസിറ്റി ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ട് ഒരു പാഷൻ നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പഠനം വളരെ സിമ്പിളായിരിക്കും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ മൊഡ്യൂൾ 2 പാർട്ട് ബിയിലെ മൊഡ്യൂൾ 2 ഇന്ത്യ കേരള ഹിസ്റ്ററി, അതിൻ്റെ സിലബസ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിഫോർ മൂവിങ് ടു ദ ക്ലാസ്, ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് ഹനീഫ് ഷാ എന്നാണ്. അപ്പോൾ ഞാൻ കോമ്പറ്റേറ്റീവ് ഫീൽഡിലെ എക്സാമിനേഷൻ കോച്ചിങ് കൊടുക്കുന്ന ഒരു അധ്യാപകനാണ്, ഇൻക്ലൂഡിങ് സിവിൽ സർവീസ്. നമ്മുടെ സിവിൽ സർവീസിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നുണ്ട്. അപ്പോൾ HSAയിൽ നമ്മൾക്ക് ഞാൻ ഡീൽ ചെയ്യുന്നത് ഹിസ്റ്ററി, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യൽ സയൻസിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഞാൻ ഡീൽ ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സിലബസ്. ഏതൊരു പരീക്ഷയാണ് എന്നുണ്ടെങ്കിലും ഇതിൻ്റെ സിലബസ് നമ്മൾക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ വേസ്റ്റാണ്. ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേസ്റ്റ് ഓഫ് ടൈമാണ് അല്ലേ. അപ്പോൾ ഏതൊരു പരീക്ഷയിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിലും നമ്മൾ ഇതിൻ്റെ സിലബസ് നമ്മൾക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്നിൽ മാത്രമേ അല്ലേ ഒരു നല്ല തുടക്കം പകുതി ചെയ്ത് തീർത്തതിന് തുല്യമാണ് എന്നൊരു ചൊല്ലൊക്കെ ഉണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ അത് പറയാറുണ്ട് സ്വാഭാവികമായിട്ട്. അപ്പോൾ ഒരു വെൽ ബിഗിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഡൺ ഈസ് ഈക്വൽ ടു ഹാഫ് ഡൺ എന്നാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താ ഞാൻ പഠിക്കുന്നതെന്നാണ് അല്ലേ. ചില ആൾക്കാരെ ഞാൻ കാണാറുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയം ജോഗ്രഫി. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ദിവസം തിങ്കളാഴ്ച ചെല്ലുന്ന സമയത്ത് ഈ കുട്ടി ജോഗ്രഫി നല്ല ഉഷാറായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പിന്നെ അതേ ആഴ്ചയിലെ വെള്ളിയാഴ്ച ഞാൻ ചെല്ലുന്ന സമയത്തും ഈ കുട്ടി സെയിം ജോഗ്രഫി തന്നെ. സോഷ്യൽ സയൻസിൽ എത്രയോ വിഷയങ്ങളുണ്ട്. ഈ കുട്ടിയെ അതായത് ഈ കുട്ടീൻ്റെ കാര്യമല്ല പറയുന്നത്, നമ്മളുടെയൊക്കെ പ്രശ്നം അതാണ്. നമ്മൾക്ക് ഇഷ്ടമുള്ള വിഷയം ഏതാണോ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് മാത്രം നമ്മളിങ്ങനെ കോച്ചിങ് അങ്ങനെയൊന്നും പോരാ. നമ്മൾ ഇതിൻ്റെ സിലബസ് മൊത്തം അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ അത് ഇനി മുതൽ ഊണിലും ഉറക്കത്തിലും അല്ലേ നമ്മുടെ ഒരു ഭാഗമായിട്ടിരിക്കണം അല്ലേ. ഞാൻ പണ്ടൊക്കെ ഈ അസൈൻമെൻറ്റ്, സെമിനാർ, പ്രോജക്റ്റ് ഇതൊക്കെ വന്ന സമയത്ത്
അതായത് ഞാനൊക്കെ ഹൈസ്കൂൾ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിലെ, അതായത് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പിന്നെ ഒരു മിമിക്രി അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞാണ്, ഇപ്പോഴത്തെ കുട്ടി ഉറങ്ങുന്നത് എങ്ങനെ, അസൈൻമെൻറ്റ്, പ്രൊജക്റ്റ്, സെമിനാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലേ, ഒരു കോമഡി. നിങ്ങളോട് പറയാനുള്ളത്, ഇനി അങ്ങോട്ട് ഊണിലും ഉറക്കത്തിലും എല്ലാം ഈ സിലബസുമായി ബന്ധപ്പെട്ട് ആദ്യം സിലബസ് പഠിക്കുക. സിലബസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ എവിടുന്നൊക്കെ കിട്ടുന്നോ അതെല്ലാം തന്നെ ഒരു നോട്ടിലാക്കി എഴുതുക. അല്ലെങ്കിൽ മൊബൈലിലാണെന്നുണ്ടെങ്കിൽ വൺ നോട്ട് എന്ന് പറയുന്നുള്ള ആപ്ലിക്കേഷനൊക്കെ ധാരാളം ഉണ്ട്, നോട്ട് മേക്കിംഗ് ആപ്ലിക്കേഷനൊക്കെ. അതിൽ അപ്പാപ്പ കിട്ടുന്നത് എഴുതി വെക്കുക, ഇത് റിവൈസ് ചെയ്യുക. ഊണിലും ഉറക്കത്തിലും നിങ്ങൾ ഇത് വളരെ ലളിതമായിട്ട് എടുത്തു കഴിഞ്ഞാൽ വെരി സിമ്പിൾ, നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, HSA ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയായിട്ട് അറിയപ്പെടുന്ന ഒരു അധ്യാപികയായിട്ട് വളരെ പെട്ടെന്ന് അതിൻ്റെ ആദ്യപടി എന്ന നിലയിൽ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങളോടൊപ്പം അല്ലേ, ഇതൊരു തമാശയൊന്നുമല്ല, നമ്മൾ വലിയ ഒരു അച്ചീവ്മെന്റിലേക്ക് നടക്കുകയാണ്. അതിന് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കണം. അല്ല എന്താ, ഇത് ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അവർക്ക് കിട്ടും സ്വാഭാവികമായിട്ട്. അപ്പം നമ്മളും ഇൻവെസ്റ്റ് ചെയ്താലേ നമ്മൾക്ക് ആ ഒരു കോമ്പറ്റീഷനിൽ നമ്മൾ മുന്നോട്ട് എത്താൻ ശ്രമിക്കുകയുള്ളൂ. ഓക്കെ, പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ മൊഡ്യൂൾ 2 ഡിസ്കസ് ചെയ്യാണ്. ഇതിൻ്റെ ടോപ്പിക്കുകൾ ഒരു 10 ടോപ്പിക്കുകളുണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഒന്നാമത്തത് വേദിക് ഏജ്, അതേപോലെ തന്നെ ജൈനമതവും ബുദ്ധമതവും. വേദിക് പീരീഡ്, വൈദിക കാലഘട്ടം നമ്മൾക്കറിയാം. ജൈനമതവും ബുദ്ധമതവും നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ സിലബസ് മാത്രമാണ് പറയുന്നത്. ഈ ടോപ്പിക്കിനെ എല്ലാം തന്നെ അധികരിച്ചുകൊണ്ട് വളരെ വ്യക്തമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരും. ഒന്നും പേടിക്കേണ്ട കാര്യമല്ല. ക്ലാസ് കേട്ട് തന്നെ ആ ഫ്ലോയിൽ പഠിച്ചു പോകുന്ന രീതിയിൽ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് തരും. അതിന് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ഇത് ഈ ക്ലാസ്സുകൾ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും മികച്ച ക്ലാസ്സുകളും ഏറ്റവും മികച്ച നോട്ടും അല്ലേ. ഞാനിപ്പോൾ അടുത്ത HSAയിൽ ഒരു കുട്ടിയോട് ചോദിച്ചപ്പോൾ, സാറേ ഞാൻ ഒന്നൊന്നുമല്ല 1, 2, 3, 4 കോച്ചിങ് സ്ഥാപനത്തെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നു, 1, 2, 3, 4 ഇങ്ങനെ ഫോളോ ചെയ്ത് സിസ്റ്റം വിട്ട് അല്ലേ ആകെ കിളി പോയി എന്നൊക്കെ പറയാൻ മതി. കിളി പോയിട്ട് പോകുന്നതിനേക്കാൾ ഏറ്റവും മികച്ച ഒരു കോച്ചിങ് സ്റ്റഡി മെറ്റീരിയൽ ക്ലാസ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നതല്ലേ നല്ലത്. അതിൻ്റെ പരീക്ഷകൾ എഴുതുന്നതല്ലേ നല്ലത്. അപ്പോൾ HSAക്ക് വേണ്ടിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള കോച്ചിങ്, അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസ്സുകൾ, സ്റ്റഡി മെറ്റീരിയൽ എല്ലാം തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതാണ്. കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയേണ്ടവർ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ കോഴ്സിന്റെ ഭാഗമാവുക. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഈ 3 ടോപ്പിക്, വൈദിക കാലഘട്ടം, ഇതിനെക്കുറിച്ചൊക്കെ കുറേ പഠിക്കാനുണ്ട് കേട്ടോ. വൈദിക കാലഘട്ടത്തിൽ നമ്മളുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമഗ്രമാണ്. അതായത് SCERT, NCERT പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കോച്ചിങ് മെറ്റീരിയൽ നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഓക്കെ, രണ്ടാമത്തത് മൗര്യ ആൻഡ് ഗുപ്ത. ഓക്കെ, ഇനി ഞാൻ ക്ലാസ്സിനെ പറ്റിയൊന്നും പറയുന്നില്ല കേട്ടോ. ഇനി നമ്മൾക്ക് ഈ ഒരു സിലബസ്, ഈ യാത്രയുടെ ഭാഗമായിട്ട് കോണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോവാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തു എന്ന് മാത്രം. ഓക്കെ, രണ്ടാമത്തത് മൗര്യ ഗുപ്ത അല്ലേ. മൗര്യന്മാർ, ആദ്യമായിട്ടൊരു സാമ്രാജ്യം ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത് മൗര്യന്മാർ. പിന്നെ ഗുപ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഇന്ത്യയിലെ സുവർണ കാലഘട്ടമാണ് ഗുപ്ത. മൗര്യന്മാരുടെ കാലഘട്ടം, ഗുപ്തരുടെ കാലഘട്ടം. പിന്നെ മിഡീവിയൽ കാലഘട്ടത്തിലേക്ക് പോകുന്നു, സുൽത്താനേറ്റ്, അതേപോലെ തന്നെ മുഗൾ രാജവംശം, ഈ കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവരുടെ കാലം കഴിഞ്ഞിട്ട് യൂറോപ്യൻസ് വരുന്നു. യൂറോപ്യൻസ് വന്ന് ഒരു 10-200 കൊല്ലം ഇന്ത്യയിൽ ഭരിച്ച് നമ്മളെ ഏറ്റവും ദരിദ്ര രാജ്യമാക്കിയിട്ട് അവർ പോകുന്നു. ഇനി അതേപോലെ തന്നെ ആ ദരിദ്രമാക്കുന്ന വേളയിലാണ് നമ്മളുടെ രാജ്യത്തെ ആളുകൾക്ക് നാഷണലിസം, ദേശീയത അല്ലേ, ഇത് ഞങ്ങളെ ചൂഷണം ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ എമർജൻസ് ഓഫ് നാഷണലിസം. അപ്പോൾ ആ നാഷണലിസം, ദേശീയവാദം വളർന്നപ്പോൾ നമ്മൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ വില മനസ്സിലായി. അപ്പോൾ സ്ട്രഗിൾ ഫോർ ഫ്രീഡം, അങ്ങനെ നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അതൊരു ട്രാജഡി ആയിട്ട് മാറി. ഇന്ത്യ എന്നും അതേപോലെ തന്നെ പാകിസ്ഥാനും എന്നും അറിയപ്പെടുന്ന 2 രാജ്യമായി വിഭജിച്ചു. പാർട്ടീഷൻ ഓഫ് ഇന്ത്യ അല്ലേ. അതിന് ഒരുപാട് കാരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് രസകരമായിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് അവതരിപ്പിക്കുന്നതിലാണ് കാര്യം. അപ്പം നിങ്ങൾക്ക് നല്ലവണ്ണം അറിഞ്ഞിരിക്കണം ഇതിനെ പറ്റിയൊക്കെ. അപ്പം ഇങ്ങനെ 5 ടോപ്പിക്, അത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണ്.
ഇതേ 5 ടോപ്പിക് കേരള കോണ്ടെക്സ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഈ 10 ടോപ്പിക് കംപ്ലീറ്റ് ആയി. അപ്പം ഞാൻ ആദ്യം മുതൽ ഒന്നുകൂടി ടോപ്പിക്കിലേക്ക് പോകുന്നു. ഒന്ന് വേദിക് ഏജ്, വൈദിക കാലഘട്ടം അല്ലേ? ആര്യന്മാരുടെ കാലഘട്ടമാണ് വൈദിക കാലഘട്ടം. അതിനുശേഷം ജൈനമതവും ബുദ്ധമതവും. ഇത് ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ, ആദ്യം മുതൽ ഇങ്ങനെ ഒരു പാറ്റേൺ. ഈ ജൈനമതവും ബുദ്ധമതവും വളരുന്ന കാലഘട്ടത്തെ ഇന്ത്യയും വളർന്നു വലിയ സാമ്രാജ്യമായിട്ട് മാറി. മൗര്യ, ഗുപ്ത എപ്പോഴും നമ്മൾ പഠിക്കേണ്ടതാണ്. മൗര്യന്മാരുടെയും ഗുപ്തന്മാരുടെയും കാലഘട്ടത്തിന് ശേഷം അറബികളുടെ ആക്രമണം, അങ്ങനെയാണ് പിന്നെ നമ്മളുടെ മിഡീവൽ ഇന്ത്യ, സുൽത്താനേറ്റ്, അതേപോലെ തന്നെ നമ്മളുടെ മുഗൾ സാമ്രാജ്യങ്ങളൊക്കെ വളർന്നു വരുന്നത് മധ്യകാലഘട്ടത്തിൽ. അപ്പൊ ഈ മുഗളന്മാരെയൊക്കെ പിഴുതെറിഞ്ഞുകൊണ്ടാണ് പിന്നീട് യൂറോപ്യന്മാർ വരുന്നത്, യൂറോപ്യന്മാരുടെ ആഗമനം. പിന്നെ അവരുടെ ഭരണം, ദേശീയത വളർന്നു. ഇതൊക്കെ ഒരു പാറ്റേൺ ആയിട്ട് ഇങ്ങനെ പോയാൽ മതിയിട്ട്, ഒരു സ്റ്റോറി പോലെ അല്ലേ? ഇവർ നമ്മളെ ഭരിച്ച് ദരിദ്ര നാരായണന്മാരാക്കി, കോടിക്കണക്കിന് ആൾക്കാർ പട്ടിണി മൂലം മരിച്ചു. അപ്പൊ ദേശീയത വളർന്നു, സ്വാതന്ത്ര്യത്തിന്, സ്ട്രഗിൾ ഫോർ ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി. പക്ഷേ അവസാനം ഒരു ട്രാജഡി, പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. 5 ടോപ്പിക് കഴിഞ്ഞു. ഇതൊരു മനസ്സിൽ എപ്പോഴും ഉണ്ടാക്കുക, ഞാൻ പഠിക്കേണ്ട ടോപ്പിക്, ബുദ്ധമതവുമായിട്ടൊരു ടോപ്പിക് ഇതാ എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഓക്കെ, ഇനി അടുത്തത് കേരള ഹിസ്റ്ററി. കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടാണ്. ബുദ്ധിസവും ചൈനീസും തന്നെയാണ്. ജൈനമതവും ബുദ്ധമതവും കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. കേരളത്തിൽ ബുദ്ധമതമൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു മതമായിരുന്നു ബുദ്ധമതം കേരളത്തിൽ അല്ലേ? നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ കേരളത്തിൽ ബുദ്ധമതം ജൈനമതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതാ. പക്ഷെ ഒരു കാലഘട്ടത്തിൽ ഈ ത്രിത്വം എന്ന് പറയുന്ന സംഭവം തന്നെ ബുദ്ധമതത്തിന്റെ സംഭാവനയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? ഈ ത്രിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശബരിമലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് ഈ ശരണം വിളിയുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളുമാണ്. അത് നമ്മൾ ഈ ടോപ്പിക് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മളത് വിശദമാക്കി തരും, എന്താണ് ത്രിത്വമെന്നും മറ്റു കാര്യങ്ങളൊക്കെ. ഇപ്പൊ നമുക്ക് സിലബസിലേക്ക് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് തീരൂല. ഓക്കെ, ഇനി അതേപോലെ തന്നെ സംഘം പീരീഡിൽ, സംഘം കാലഘട്ടം കേട്ടില്ലേ നിങ്ങൾ? സംഘം കാലഘട്ടം എന്ന് പറയുന്നത്, സംഘം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഷ്യന്റ് തമിഴകം, ആ കാലഘട്ടത്തിൽ തമിഴകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന പേരാണ്. അതായത് കേരളവും തമിഴ്നാടും കർണാടകയും ആന്ധ്രാപ്രദേശും എല്ലാം ഉൾപ്പെടുന്ന പ്രദേശമാണ് തമിഴകം എന്ന് പറയുന്നത്. ആ കാലഘട്ടമാണ് സംഘം പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം മഹോദയപുരം കേന്ദ്രമാക്കിയിട്ട് പെരുമാക്കന്മാരുടെ ഭരണം, കേരളത്തിൽ ഭക്തി പ്രസ്ഥാനം അല്ലേ? ഇവിടെയും ഒരു ഭരണം വരുന്നുണ്ട്. റൈസ് ഓഫ് മോഡേൺ ട്രാവൻകൂർ, തിരുവിതാംകൂർ കേരളത്തിൽ എങ്ങനെയാണ് ഭരണം നടത്തിയത്. അതേപോലെ തന്നെ കൊളനൈസേഷൻ, വിദേശികൾക്കെതിരെ എങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് നടത്തിയത് കേരളം. അപ്പൊ അതിനുദാഹരണമാണ് പഴശ്ശിരാജയും വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനൊക്കെ. ഇനി അതേപോലെ തന്നെ കേരളത്തിൽ നവോത്ഥാനം ഉണ്ടായി. നമ്മൾ ഈ കേരളത്തെ കണ്ടിട്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് അല്ലേ, ഭ്രാന്താലയം. അദ്ദേഹം ഇവിടെ കാണുന്ന സമയത്ത് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയൊക്കെ ഉണ്ട്. ദൂരെ നിന്ന് ആൾക്കാർ ഈ ഉന്നത കുലജാതൻ എന്ന് പറയുന്ന, അത് പറയലാണ് കേട്ടോ, മനുഷ്യന്മാർ വേർതിരിക്കുന്നതാണ്. അങ്ങനെ ഒരു ജാതിയൊന്നുമില്ല, ഉന്നത ജാതി താഴ്ന്ന ജാതി, അങ്ങനെ ഒരു ജാതി ഇല്ല. നിങ്ങളൊരു അക്കാദമിക് തലത്തിൽ വേണ്ടി മാത്രം അത് മനസ്സിലാക്കി വെക്കുക. അത് പറയുന്നത് ഇൻ കേസ് ഞാനെങ്കിലും അപ്പർ കാസ്റ്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെ ഒരു അപ്പർ കാസ്റ്റ് ഒന്നുമില്ല. അതൊരു അക്കാദമിക് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ദൂരെ നിന്ന് വരുന്ന സമയത്തെങ്കിലേ എങ്ങനെ കൈകൊട്ടി ഒച്ച ഉണ്ടാക്കിയിട്ട് കാണാൻ പറ്റൂല. ദൂരെ വഴി നടക്കുന്ന സമയത്ത് മാറി നിൽക്കണം, തൊടാൻ പറ്റില്ല. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ഇതൊക്കെ കണ്ടിട്ടാണ് ഭ്രാന്താലയം എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിൽ നിന്നും നവോത്ഥാനം, ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിലും അയ്യങ്കാളിയുടെ നേതൃത്വത്തിലൊക്കെ നവോത്ഥാനം കേരളത്തിൽ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ കേരളത്തിലെ നാഷണൽ മൂവ്മെന്റ് ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ എന്തെല്ലാം സംഭവിച്ചു, എങ്ങനെയാണ് മൂന്നായി വിഭജിച്ച് കിടന്നിരുന്ന കേരളം ഒരു ഐക്യ കേരളമായിട്ട്, ഒരു കേരള സംസ്ഥാനമായിട്ട് മാറിയത്. ഇത് ഒരു ബേസിക് ടീച്ചർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ സിലബസിലുള്ളത്. കാരണം നിങ്ങളൊരു സോഷ്യൽ സയൻസ് അധ്യാപകനാകുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടികൾക്ക് കുറച്ച് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. ഇവർ വായിക്കുന്ന കുട്ടികളാവും, അല്ലെങ്കിൽ വീട്ടിലെ അന്തരീക്ഷത്തിൽ നിന്ന് ഇവർക്ക് എന്തൊക്കെയോ കിട്ടുന്നുണ്ടാവും. ഈ കുട്ടികൾക്ക് വളരെ ലളിതമായിട്ട് നമ്മൾക്ക് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, രസകരമായിട്ട് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല അറിവുള്ള വ്യക്തിയാണ്. ഒരു കുട്ടി ഞാൻ ഭയങ്കരമായിട്ട് സംസാരിച്ചു പോകുന്നില്ലല്ലോ. ഒരു കുട്ടി ഈ അടുത്ത് ഞാൻ കണ്ടു ഒരു റീൽസിൽ, ടീച്ചറെ ഈ ഗാന്ധിജി എന്താ കുപ്പായ ഇടാത്തത്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ, ഈ ഗാന്ധിജി എന്താ കുപ്പായ ഇടാത്തതെന്ന് ചോദിച്ചിട്ട്
ഒരു കുട്ടിയുടെ റീൽസ് കേട്ടില്ലേ നിങ്ങൾ? വളരെ രസകരമായിട്ടുള്ള ചോദ്യം. പക്ഷെ അത് അല്ലേ, അതിൻ്റെ ഉത്തരം ടീച്ചർ മാനേജ് ചെയ്തു. പക്ഷെ ഇതൊക്കെ ഇങ്ങനത്തെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ അവിടെയൊക്കെ രസകരമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയൊരു ധാരണ ഉണ്ടായിരിക്കണം. അതാണ് ഈ മോഡ്യൂൾ അല്ലെങ്കിൽ ഈ സിലബസിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ വരാനുള്ള ഒരു കാര്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുൻ വർഷങ്ങളിലെ ചോദ്യത്തിലേക്ക് നമ്മൾക്ക് കിടക്കാം അല്ലേ? നമ്മൾക്ക് സമയമില്ല, മുൻ വർഷത്തെ ചോദ്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ മഹത്തായ നഗരം എന്ന് മെഗസ്തനീസ് വിശേഷിപ്പിച്ച പ്രാചീന നഗരം ഏത്? അല്ലേ? ഈ ചില ആൾക്കാർക്ക് ഈ മെഗസ്തനീസ് എന്ന് കേൾക്കുന്ന സമയത്ത്, സെലൂക്കസ് നിക്കേതാർ എന്ന് കേൾക്കുന്ന സമയത്ത്, വിക്രമാദിത്യൻ എന്ന് കേൾക്കുന്ന സമയത്ത് തല കറങ്ങുന്ന കുറേ ആൾക്കാരെ, കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ? എൻ്റെ സാറേ എനിക്ക് പിന്നെ പഠിക്കുന്ന കാര്യത്തിൽ, അതേപോലെ ഈ പഠിക്കുന്ന സമയത്ത് സാർ ഞാൻ വളരെ കുടുംബക്കാരുടെ പേര് പോലും പിന്നെ പക്ഷെ നിങ്ങൾ ഇത് കാര്യം എന്താ പറയുന്നത്, നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയേ പറ്റൂ. കാരണം എന്താ, നിങ്ങൾക്ക് ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ഉണ്ട്, അത് ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പഠിച്ചേ പറ്റുള്ളൂ. ഈ പേര് മനസ്സിലാക്കാത്തതിന് ഒരു കാരണം എന്താ അറിയോ? നിങ്ങൾക്ക് ഒരു ബോധം ഉണ്ടാവില്ല പൊതുവേ, അതായത് സാമൂഹികമായിട്ട് ഒരു ബോധം ഉണ്ടാവില്ല. ഞാനിങ്ങനെ പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്. ഞാൻ അനലൈസ് ചെയ്ത കുറേ കുട്ടികളുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. എന്തിനാ ഞാൻ പഠിക്കണത് അല്ലേ? എന്തിനാണ് ഈ ഹിസ്റ്ററി പഠിക്കുന്നത്? ഇത് എന്തെങ്കിലും ഗുണമുള്ളതാണോ എന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് ഒരു താല്പര്യമില്ലാത്ത സംഭവം, അപ്പോൾ പേര് കിട്ടൂല. എന്നാൽ നിങ്ങൾക്ക് താല്പര്യമുള്ള നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ കഥയിലെയോ നോവലിലെ ആളുകളുടെ പേരുകളോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് വരും. പക്ഷേ നിങ്ങൾക്കൊരു ബോധവുമില്ലാത്ത താല്പര്യമില്ലാത്ത മേഖലയിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അവിടുത്തെ പേരുകളൊക്കെ ഒന്ന് കിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെൻ്റെ ഏറ്റവും താല്പര്യമുള്ള ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ വിഷയമാണ് എന്ന് നിങ്ങൾ ആദ്യം സ്വയം അങ്ങോട്ട് തീരുമാനിക്കുക. അപ്പോൾ ആ പ്രശ്നം അങ്ങോട്ട് തീരും. അപ്പോൾ പിന്നെ ഡേറ്റ് ഒക്കെ കുറേ റിവൈസ് ചെയ്യുന്ന സമയത്ത്, കുറേ പിന്നെ കണക്ട് ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ 1857 ഒരു ഡേറ്റ് ആണ് അല്ലേ? എന്താ അതിൻ്റെ പ്രത്യേകത? നിങ്ങളൊന്ന് പറഞ്ഞേ. 1857 മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലേ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം 1857. 100 വർഷം ബാക്കിലേക്ക് വരട്ടെ. 100 വർഷം ബാക്കിലേക്ക് വരുന്ന സമയത്ത് 1757 അല്ലേ? 1757 പ്രത്യേകത എന്താ? പ്ലാസി യുദ്ധം. ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഇന്ത്യയിൽ അടിത്തറ പാകുന്ന ഒരു യുദ്ധമാണ്, ആദ്യം നടത്തുന്ന ഒരു യുദ്ധമാണ് 1757. കറക്റ്റ് 100 വർഷത്തിലാണ് 1857 വരുന്നത് അല്ലേ? അപ്പോൾ ആ രണ്ട് ഡേറ്റും കണക്ട് ചെയ്ത് പഠിക്കാമല്ലോ. പിന്നെ ഒരു 90 വർഷം മുന്നോട്ട് പോകുന്ന സമയത്ത് 1947 നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന പഠിക്കുന്ന സമയത്ത് ഡേറ്റ് ഒക്കെ കുറേ ഈസി ആയിട്ടും റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ മനസ്സിലേക്ക് വരും. ഓക്കെ, ഒറ്റ കാര്യം, റിലാക്സ്ഡ് ആയിട്ട് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ നോട്ട്സ് ഒക്കെ കിട്ടുന്ന സമയത്ത് എഴുതി വെക്കുക, പിന്നെ റിവൈസ് ചെയ്യുക, കിടക്കുന്ന സമയത്തൊന്ന് റിവൈസ് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവും. അപ്പോൾ മെഗസ്തനീസിന്റെ ഇന്ത്യയിലെ മഹത്തായ നഗരം എന്ന് മെഗസ്തനീസ് വിശേഷിപ്പിച്ച പ്രാചീന നഗരം ഏതാണെന്നാണ്. ഏതാണ് ഉത്തരം? തക്ഷശില, ഉജ്ജയിൻ, പാടലീപുത്രം, സാരനാഥ്. ഏതാണ് ഉത്തരം? നിങ്ങളൊന്ന് പറയൂ. പിന്നെ ഇതിന്റെ ഉത്തരം വരുന്നത് പാടലീപുത്രമാണ്. ഇന്ത്യയിലെ മഹത്തായ നഗരം എന്നാണ് പാടലീപുത്രത്തെ മെഗസ്തനീസ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് പാടലീപുത്രം കാണാൻ പറ്റും കേട്ടോ. പാടലീപുത്രം അല്ലേ എവിടെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് ഈ മാപ്പിൽ ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ അതൊരു മെമ്മറൈസിങ് ടെക്നിക്ക് കൂടിയാണ്, ഇതൊക്കെ മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ണ് തുറന്നിട്ട് ആ മാപ്പിലേക്കൊന്ന് നോക്കണം, എന്നാലേ അത് കാര്യങ്ങൾ പിന്നെ മനസ്സിലാകൂ. അവിടെ കണ്ണടച്ചിരിക്കരുത് കേട്ടോ. അപ്പോൾ ഈ പാടലീപുത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗര്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനാണ് പാടലീപുത്രം. എന്താ ഈ സാമ്രാജ്യം അതേപോലെ തന്നെ രാജവംശം തമ്മിലുള്ള വ്യത്യാസം എന്താ? കിങ്ഡം അതേപോലെ തന്നെ എംപയർ, സാമ്രാജ്യം അല്ലെങ്കിൽ കിങ്ഡം, ഇതിൻ്റെയൊക്കെ വ്യത്യാസം എന്താ? രാജവംശവും അതേപോലെ തന്നെ വലിയ സാമ്രാജ്യം തമ്മിലുള്ള വ്യത്യാസം. സാമ്രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു പ്രദേശം ഭരിക്കുന്നതാണ്. ഈ മാപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ മൗര്യ സാമ്രാജ്യമാണ്, വലിയ പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ തലസ്ഥാനമാണ് പാടലീപുത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആരെ സ്ഥാപിച്ചിട്ടുള്ളത്? ചന്ദ്രഗുപ്ത മൗര്യ. ഇതൊക്കെ നമ്മൾ ആ ടോപ്പിക്കിലേക്ക് പോകുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇപ്പം ഞാൻ ഇതിനോടനുബന്ധിച്ച് കുറച്ച് ചോദ്യങ്ങൾ അല്ലേ, ഇനി നമ്മൾ പഠനം തുടങ്ങി. എല്ലാം അടുക്കും ചിട്ടയോടും കൂടി പഠിക്കുമെന്ന് പിന്നെ വിചാരിക്കരുത്. കാരണം മൗര്യ കഴിഞ്ഞിട്ടേ ഞാൻ ഗുപ്ത പഠിക്കുകയുള്ളൂ, ഗുപ്ത കഴിഞ്ഞിട്ടേ ഞാൻ മെഡീവിയൽ പഠിക്കുകയുള്ളൂ. അതൊരു തെറ്റായ കാര്യമാണ്. ഇനി അങ്ങോട്ട് എവിടുന്നൊക്കെയാണോ എപ്പോഴൊക്കെയാണോ നമ്മളുടെ, അതുകൊണ്ടാണ് ആദ്യം സിലബസ് ഡിസ്കസ് ചെയ്തത്. സിലബസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അതൊക്കെ അപ്പം പഠിക്കുക.
അതാണ് ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്. മറ്റെന്താണെന്നറിയോ, നമ്മൾക്ക് ഒരു ഓർഗനൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ജീവിതം തന്നെ അങ്ങോട്ട് പോവും. നമ്മൾ ഓർഗനൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഓർഗനൈസ്ഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴൊക്കെയാണോ നമ്മളുടെ ചെയ്യാനുള്ള കാര്യങ്ങൾ മൈൻഡിന് യാതൊരു മടിയില്ലാതെ അപ്പോൾ ചെയ്തു തീർക്കാനുള്ള ഒരു കപ്പാസിറ്റി, അതാണ് ഒരു ഓർഗനൈസ്ഡ് എന്ന് പറയുന്നത്. ഒരു കുഴപ്പമില്ല, നിങ്ങൾ മുഗൾ പഠിച്ചിട്ട് ഈ മൗര്യ പഠിക്കുന്നതിലൊന്നും യാതൊരു പ്രശ്നമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണ് ചന്ദ്രഗുപ്ത മൗര്യ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി നിങ്ങൾക്ക് വളരെ പഠിക്കേണ്ടതാണ്. അദ്ദേഹത്തിന് ഒരു പുസ്തകമുണ്ട്, ഒക്കെ ഉണ്ട്. ചന്ദ്രഗുപ്ത മൗര്യയുടെ പ്രധാനമന്ത്രി ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആരാണ് പ്രധാനമന്ത്രി നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി ഈ ചന്ദ്രഗുപ്ത മൗര്യയുടെ കൊട്ടാരത്തിലെ ഗ്രീക്ക് അംബാസിഡർ ആണ് ഈ മെഗസ്തനീസ് എന്ന് പറയുന്നത്. ചോദ്യത്തിൽ പറഞ്ഞ വ്യക്തി മെഗസ്തനീസ് അല്ലേ? മെഗസ്തനീസ് വലിയ മെഗ ആയിട്ടുള്ള ഒരാളാണെന്നൊക്കെ വിചാരിക്കുക. എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിട്ട് മനസ്സിൽ വെക്കുക. ആത്മവിശ്വാസം ഉള്ളവർക്ക് ഇതൊക്കെ പറ്റും കേട്ടോ. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ ബോറടിപ്പിക്കുന്നില്ലല്ലോ നിങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്. ഞാനൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. കാരണം എന്താണെന്നറിയോ, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരാളുടെ വ്യക്തിത്വത്തിന്റെ വികസനം കൂടിയാണ് വിദ്യാഭ്യാസം. ഞാൻ അങ്ങനെയാണ് കേട്ടോ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ഇന്റർവ്യൂ നടത്താറുണ്ട് പല സ്ഥാപനങ്ങളിലേക്കൊക്കെ. അപ്പോൾ ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് ചില കുട്ടികൾ ഡിഗ്രി കഴിഞ്ഞവരും PG കഴിഞ്ഞവരും ഒക്കെ ഉണ്ടാവും കേട്ടോ. അവർ വന്നിട്ട് നമ്മളെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവർ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ടേബിൾ ഇങ്ങനെ വിറക്കുന്ന കാണാം. ടേബിൾ ഇങ്ങനെ വിറക്കുക. അപ്പോൾ എന്താ നമ്മൾ കരുതുന്നത് ഭൂമി ഉൽക്കം വല്ലതും ആണോ ദൈവമേ എന്ന് നോക്കുന്ന സമയത്ത് മുന്നിലിരിക്കുന്ന ആള് വിറക്കുകയാണ്. ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസം നേടി വന്നിട്ട് ഒരു ടീച്ചറാകേണ്ട ആള് അല്ലേ മുന്നിലിരുന്ന് ഇങ്ങനെ വിറക്കുകയാണ് നമ്മളെ. അപ്പോൾ എന്താണ് വിദ്യാഭ്യാസം കൊണ്ട് ആകെ പഠിച്ചുള്ളത്? ഇങ്ങനെ വിറക്കാനാണോ? ഒരാളുടെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ വിറക്കുന്നതാണോ? അങ്ങനെയൊന്നുമല്ല. നമ്മൾ ചില ആൾക്കാർ പേരൊക്കെ തെറ്റിച്ച് പറയാറുണ്ട്. ഞങ്ങൾ തമാശയിൽ പറയും ഐ ആം കൊണ്ടോട്ടി ഫ്രം ബാപ്പുട്ടി എന്ന് അല്ലേ? ഐ ആം കൊണ്ടോട്ടി ഫ്രം ബാപ്പുട്ടി, ആകെ വിറച്ചിട്ട് ഐ ആം കൊണ്ടോട്ടി ഫ്രം ബാപ്പുട്ടി എന്ന്. അപ്പോൾ ഇതൊക്കെ ആത്മവിശ്വാസമില്ലായ്മയുടെ അടയാളങ്ങളാണ് കേട്ടോ. അപ്പോൾ പഠിക്കുക, വളരെ പോസിറ്റീവ് ആയിരിക്കുക, റിലാക്സ്ഡ് ആയിട്ട് മുന്നോട്ട് പോവുക, എല്ലാം നടക്കും. എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ടൊന്നും ഈ ലോകത്ത് പഠനമൊന്നും നടക്കില്ല. അത് നമുക്ക് ശ്രമിക്കാം. അതൊക്കെ ഒരു ഔട്ട്കമാണ് ഒരുപാട് കാലത്തെ പ്രയത്നത്തിന് ശേഷം. അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ടത്, ആ ലെവലിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത്, എവിടെ നിന്നാണോ ഇനി മുതൽ കിട്ടുന്നത്, സിലബസിന്റെ ചുറ്റിപ്പറ്റിയിട്ടുള്ള എന്തെങ്കിലും ആണോ അത് മനസ്സിലേക്ക് ആക്കി വെക്കുക. രാത്രി കിടക്കുന്ന സമയത്ത് റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ മെഗസ്തനീസിനെ ഇന്ത്യയിലേക്ക് അയച്ച ഗ്രീക്ക് സൈന്യാധിപൻ, ഇദ്ദേഹം രാജാവ്, സൈന്യാധിപൻ, രണ്ട് ചരിത്രകാരന്മാർക്കിടയിൽ തന്നെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. മനസ്സിലാക്കാനുള്ള ചില ആൾക്കാർ രാജാവാണെന്ന് പറയുന്നുണ്ട്, ചില ആൾക്കാർ സൈന്യാധിപനാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും സെല്യൂക്കസ് നിക്കേത്തർ. ആരാണ്? സെല്യൂക്കസ് നിക്കേത്തർ. ആ പേര് ഇല്ലേ, എന്തൊരു ഭംഗിയുള്ള പേരാണ് അല്ലേ? ഹൈ ഡാർലിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ സെല്യൂക്കസ് നിക്കേത്തർ, ഇദ്ദേഹമാണ് ഈ മെഗസ്തനീസിനെ ഇന്ത്യയിലേക്ക് അയച്ചത്. മെഗസ്തനീസിന്റെ പുസ്തകം ഇൻഡിക്ക അല്ലേ? ഇപ്പൊ 4-5 പോയിന്റ് നമ്മൾക്ക് എങ്ങനെ കിട്ടുന്നുണ്ട്? ഇത് പഠിക്കുന്ന സമയത്ത് 4-5 പോയിന്റ് എങ്ങനെ കിട്ടുന്നുണ്ട്? 4-5 പോയിന്റ് ഡിസ്കഷനിലൂടെയും നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അനേകാന്തവാദം, തിയറി ഓഫ് മെനീനെസ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അനേകാന്തവാദം അല്ലേ? ഈ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഭയങ്കര ഗോയിങ് ഡീപ്പ് ഇൻസൈഡ്, നല്ല ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടൊക്കെയാണ് ഈ ചോദ്യങ്ങൾ പലതും നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ HSA പരീക്ഷയിൽ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല വായനയും ഇത് മനസ്സിലാക്കി വെക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ നമ്മൾക്ക് വേണം. അതിൻ്റെ ഉത്തരം ജൈനമതവുമായിട്ടാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ജൈനമതവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വന്നിട്ടുണ്ടാവും അല്ലേ? എന്താണ് അനേകാന്തവാദം? അങ്ങനെ വരാത്തവരാരെങ്കിലും ഇതിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളൊരു അധ്യാപകൻ മെറ്റീരിയൽ അല്ല. കാരണം ഏതൊരു സംഭവവും നിങ്ങൾ കുട്ടിക്ക് എടുക്കാൻ പോകുന്ന സമയത്ത് കുട്ടിയുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് കൊണ്ട് അത് മനസ്സിലാക്കുക എന്നുള്ളത് ആദ്യത്തെ പണിയാണ് നിങ്ങളത്. അപ്പോൾ അനേകാന്തവാദം, മോനെ അത് ജൈനമതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അത് മാത്രം പറഞ്ഞു പോയാൽ പോരാ. അടുത്തൊരു കുട്ടി അപ്പുറന്ന് ചോദിക്കും, സർ അനേകാന്തവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. അപ്പൊ അതുകൂടി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അല്ലേ? ജൈനമതവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അനേകാന്തവാദം എന്താണ്? ഒന്നുമില്ല. അനേകാന്തവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈനമതവുമായി ബന്ധപ്പെട്ട് തിയറി ഓഫ് റിയാലിറ്റി എന്നറിയപ്പെടുന്നത്. അപ്പൊ അനേകാന്തവാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ശരി മാത്രമല്ല, ഒരുപാട് ശരികൾ. ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം മാത്രം ശരിയാകണമെന്നില്ല.
അല്ലെങ്കിൽ അത് ശരിയാണെങ്കിൽ കൂടിയും അതേ വിഷയത്തെപ്പറ്റി മറ്റൊരാളുടെ പെർസ്പെക്റ്റീവ് കൂടി ശരിയാവാനുള്ള സാധ്യതയുണ്ട്. അനേകാന്തവാദ എന്ന് പറയുന്നത് അല്ലേ, അനേകം ശരികൾ, അങ്ങനെയൊക്കെ ആലോചിച്ചാൽ മതി, അനേകാന്തവാദ. അപ്പൊ ഈ ഒരു അർത്ഥത്തിൽ ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പിന്നെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ചോദ്യം ഞാൻ എവിടുന്നാ കേട്ടതെന്നറിയോ? സിവിൽ സർവീസിന്റെ ഇന്റർവ്യൂവിൽ ഒരു ഇന്റർവ്യൂവർ വന്നിരുന്ന കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, അനേകാന്തവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പൊ അനേകാന്തവാദം, അത് ഉത്തരം പറഞ്ഞു. അനേകാന്തവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ തിയറി ഓഫ് റിയാലിറ്റി. അതായത് ഒരേ കാര്യത്തിന് അല്ലെങ്കിൽ ഒരു വിഷയത്തിന് ഒരുപാട് പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവാനുള്ള സാധ്യത, അത് ശരിയാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്നാണ് ഈ ഒരു തിയറി പറയുന്നത് എന്ന് പറയുന്നു. അപ്പൊ അടുത്ത ചോദ്യം, ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ. അപ്പൊ അതിന്റെ ഉത്തരം, ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാളുടെ വാദവും കൂടി അംഗീകരിക്കുകയാണല്ലോ സ്വാഭാവികമായിട്ട്, അല്ലെങ്കിൽ അതിലും ശരി ഉണ്ടാവാം എന്ന് അംഗീകരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ പോലെ വൈവിധ്യമുള്ള ഒരു രാജ്യത്ത് വ്യത്യസ്ത മതങ്ങൾക്ക് ഒരുമിച്ച് അതും ഇതും ശരി അല്ലേ, സത്യം പലത് എന്നൊക്കെ പറയുന്നത് പോലെ സത്യം പലത് OV വിജയന്റെ ഒരു പ്രധാനപ്പെട്ട വാക്യമാണ്, ഖസാക്കിന്റെ ഇതിഹാസം എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ, സത്യം പലത്. അപ്പോൾ ആ ഒരു വാദമാണ് അനേകാന്തവാദം എന്ന് പറയുന്നത്. ജൈനമതവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതേ ജൈനമതത്തിലെ സ്യാദ്വാദം എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട്. ഒന്നുമില്ല, വ്യത്യസ്ത സാധ്യതകൾ പരിശോധിക്കുന്ന ഒരു രീതിയാണ്. അതായത് ഇത് തിയറി ഓഫ് നോളജ്, കൂടുതൽ മറ്റൊരു ആപ്ലിക്കേഷൻ ലെവലാണ് അനേകാന്തവാദം എന്ന് പറയുന്നത്. സ്യാദ്വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക്, ഈ അനേകാന്തവാദത്തിലേക്ക് എത്താൻ നമ്മൾ വ്യത്യസ്ത സാധ്യതകൾ പരിശോധിക്കണമല്ലോ, ഒരു വിഷയത്തിന്റെ വ്യത്യസ്ത സാധ്യതകൾ പരിശോധിക്കണം. അതാണ് സ്യാദ്വാദ എന്ന് പറയുന്നത്. സ്യാദ്വാദം എന്ന് പറയുന്നത് രണ്ടും തമ്മിൽ ഒരേപോലെയാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, സത്യം പലത്. ആ ലെവലിലേക്കൊക്കെ ഉയരണമെന്നുണ്ടെങ്കിൽ ആ ലെവലിലേക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് ഉൾക്കൊണ്ടാൽ മാത്രമേ നമ്മൾക്ക് ആ ലെവലിലേക്കൊക്കെ ഉയരാൻ പറ്റുള്ളൂ. ഇനി ഇപ്പം തന്നെ ഞാനിത് പറയുന്ന സമയത്ത് അങ്ങനെ സത്യം പലതൊന്നുമില്ല സാറേ, സത്യം ഒറ്റ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവാം. അത് പോട്ടെ, അത് നമ്മൾക്ക് കൂടുതൽ ഈ ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി ജൈനമതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥം എന്താണെന്ന്, അഗമ സിദ്ധാന്തം അല്ലേ. അപ്പൊ ജൈനന്മാർ കുറച്ച് ഗമയുള്ള ആൾക്കാരാണ്. ഞാൻ പറയട്ടെ, ഈ ജൈനമതം എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയെ സ്വാധീനിച്ചിട്ടുള്ളതെന്ന് അറിയാം നിങ്ങൾക്ക്. അഹിംസക്ക്, ജൈനമതവും ബുദ്ധമതവും അഹിംസക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു മതമാണ് ജൈനമതവും ബുദ്ധമതവും അല്ലേ. അഹിംസ എന്ന് പറഞ്ഞാൽ എന്താ? ഹിംസ പാടില്ല, ആരെയും ഉപദ്രവിക്കരുത്. ഈ നിങ്ങളോടൊരു കഥ പറഞ്ഞുതരാം ഞാൻ. ഈ ജൈനമതം അഹിംസക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തതിന്റെ ഭാഗമായിട്ട് അവർ ചെയ്തിരുന്നത് എന്താണെന്നറിയോ? മാസ്ക് വെച്ചാൽ നടക്കുക. കാരണം എന്താ അറിയോ നിങ്ങൾക്ക്? അതായത് ഈ മാസ്ക് ഉപയോഗിക്കുന്ന സമയത്ത് ശരീരത്തിലെ അന്തരീക്ഷത്തിലെ സൂക്ഷ്മജീവികൾ തൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് അവക്കൊന്നും പറ്റൂല അല്ലേ. ബാക്കിയുള്ളവരുടെ കരുതലാണിത്. ഇനി അതേപോലെ തന്നെ വെള്ളം അരിച്ചാ കുടിക്കുക. എന്താ കാരണം? വെള്ളത്തിലെ സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിലെത്തിയിട്ട് അവയ്ക്കൊന്നും പറ്റൂല, അപ്പൊ അരിച്ചാ കുടിക്കുക. ഇനി അതേപോലെ തന്നെ കൃഷി ചെയ്തിരുന്നില്ല, അവര് കച്ചവടം ചെയ്തിരുന്ന ആൾക്കാരാ ജൈനമതക്കാര്. എന്താ കൃഷി ചെയ്യാത്ത? ഈ മണ്ണ് കിളക്കുന്ന സമയത്ത് മണ്ണിരക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാലോ, അതുകൊണ്ട് കൃഷി ചെയ്തിരുന്നില്ല. ഇങ്ങനെ അഹിംസയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു മതമാണ് ജൈനമതം എന്ന് പറയുന്നത്. അതിനെപ്പറ്റി കൂടുതൽ കുറേ പറയാനുണ്ട് കേട്ടോ. നമ്മൾ അതിനുള്ള സമയമില്ല. നമ്മൾ അതൊക്കെ നമ്മളുടെ ടോപ്പിക്കിൽ, നമ്മളുടെ പ്രൈവറ്റ് ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ മെറ്റീരിയൽ നൽകുന്നുണ്ട്, അതിൻ്റെ ക്ലാസ്സുകളും നൽകുന്നുണ്ട്. എല്ലാ ചോദ്യങ്ങളും നമ്മൾക്ക് ഇപ്രാവശ്യം അറ്റൻഡ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് താഴെ നിങ്ങൾ നമ്പർ ഉണ്ട്. താല്പര്യമുള്ളവർ, ഏറ്റവും നല്ല രീതിയിൽ ഇത് കോച്ചിങ് വേണം എന്ന് താല്പര്യമുള്ളവർ നിങ്ങളതിൽ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥമാണ് അഗമ സിദ്ധാന്തം അല്ലേ. ജൈനമതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥം അഗമ സിദ്ധാന്തം. മൗലിക ഗ്രന്ഥങ്ങളെ പൂർവങ്ങൾ എന്നാ പറയാ, പൂർവാസ്. അപ്പൊ അത് 14 പൂർവങ്ങൾ എന്താക്കിയിട്ടുണ്ട്? അംഗങ്ങൾ എന്ന് പറയുന്ന 12 ഭാഗങ്ങളായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, അഗമ സിദ്ധാന്തം വിശുദ്ധ ഗ്രന്ഥം. പിന്നെന്താ? പൂർവങ്ങൾ അംഗം അല്ലെ, പൂർവാംഗം. ഒറ്റ വാക്കോർത്ത് വെച്ചാൽ മതി, പൂർവാംഗം. രാത്രി കിടക്കുന്ന സമയത്ത് പൂർവാംഗം. പൂർവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഗ്രന്ഥങ്ങളെ, മൗലിക ഗ്രന്ഥങ്ങളാണ് പൂർവങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അവയെ എങ്ങനെയായിട്ട് അംഗങ്ങൾ എന്ന് പറയുന്ന 12 ഭാഗങ്ങളായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ റിവൈസ് ചെയ്യാം ഓട്ടോമാറ്റിക് ആയിട്ട്. ഓക്കെ, പ്രാകൃത ഭാഷയിലാണ് ഇതെല്ലാം രചിച്ചിട്ടുള്ളത്. പ്രാകൃത ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കോമൺ ഭാഷ, സാധാരണക്കാരുടെ ഭാഷ. സംസ്കൃതത്തിലല്ല, അത്
പണ്ഡിതരുടെ ഭാഷ, സാധാരണക്കാരുടെ ഭാഷയിലാണ് ഇത് രചിച്ചിട്ടുള്ളത്. അതാണ് ജൈനമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും ഒരു പ്രത്യേകത. സാധാരണക്കാരുടെ ഭാഷയിൽ ഗ്രന്ഥങ്ങൾ രചിച്ച മതങ്ങൾക്ക് ഉദാഹരണം നമ്മൾക്ക് ജൈനമതവും ബുദ്ധമതവും ഒക്കെ പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ബാമിനി രാജ്യത്തിന്റെ തുടർച്ചയായി ഗോൽക്കൊണ്ട ആസ്ഥാനമായി രൂപം കൊണ്ട രാജവംശം ഏത്? ബാമിനി രാജവംശം നമുക്ക് പഠിക്കാനുള്ള ഒരു രാജവംശമാണ്. അപ്പൊ ഇത് നമ്മൾ കൂടുതലായിട്ട് ഈ സുൽത്താനേറ്റ് കാലഘട്ടം, മിഡീവിയൽ കാലഘട്ടത്തിന് ശേഷമൊക്കെ ഇങ്ങനെ വളർന്നു വരുന്ന ഒരു രാജ്യമാണ് ബാമിനി കിങ്ഡം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഓപ്ഷൻ ബരീദ് ഷാഹി, കുത്തുബ് ഷാഹി, ആദിൽ ഷാഹി, നിസാം ഷാഹി. അപ്പൊ ബാമിനി രാജ്യത്തിന്റെ തുടർച്ചയായി ഗോൽക്കൊണ്ട ആസ്ഥാനമായി രൂപം കൊണ്ട രാജവംശം ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരം കുത്തുബ് ഷാഹി. ഗോൽക്കൊണ്ട ആസ്ഥാനമായി ഭരിച്ചിരുന്നത് കുത്തുബ് ഷാഹികളാണ്. ഇതാണ് ബാമിനി കിങ്ഡത്തിന്റെ മാപ്പ്. നിങ്ങൾക്ക് ഡെക്കാനിലേക്ക് വരുന്ന സമയത്ത് അവർ ഭരിച്ചിരുന്ന ഒരു പ്രദേശമാണ്, ബാമിനി കിങ്ഡത്തിന്റെ ഒരു പ്രദേശമാണ്. താഴെ കാണാൻ പറ്റും ബാമൻ ഷാ അല്ലേ. ബാമിനി കിങ്ഡം രാജാവിന്റെ പേര് ബാമൻ ഷാ അല്ലെ, ഓർത്തു വെക്കാൻ സുഖല്ലെങ്കിൽ ബാമിനി ബാമൻ ഷാ. 1347 സുൽത്താനേറ്റ് ഭരണം കുറച്ച് ഡൗൺ ആവുന്ന സമയത്താണ് ബാമിനി രാജ്യം ഡെക്കാനിൽ ശക്തി പ്രാപിച്ചു വരുന്നത്. ഹസൻ ഗാംഗു എന്നും അറിയപ്പെടുന്നുണ്ട്, ഹസൻ ഗാംഗു അല്ലേ. ഇനിയിപ്പോ പിന്നെ ഈ HSAയിലെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡീപ്പായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇനി ഗാംഗു ഹസൻ ഗാംഗു എന്നറിയപ്പെടുന്ന ബാമിനി രാജാവ് ആര് എന്നൊക്കെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണിയാണ്. അപ്പൊ പഠിക്കണം കുറച്ച്. ഹസൻ ഗാംഗു എന്ന പേരിലും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ബാമിനിയെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മെറ്റീരിയൽ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ കൂടുതൽ പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക്. ഓക്കെ, ഇനി ഈ ബാമിനി, ഈ ഹസൻ ബാമൻ ഷായുടെ കാലഘട്ടം കഴിഞ്ഞ സമയത്ത് അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ കുറച്ചു കാലത്തിന് ശേഷം ഇതിങ്ങനെ 5 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു കേന്ദ്രീകൃത ഭരണം 5 പ്രദേശമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പൊ നമ്മുടെ പരീക്ഷയിൽ വന്നത്. എന്താ വന്നത്? ഗോൽക്കൊണ്ട കേന്ദ്രമാക്കിയിട്ട് ആരാണ് ഭരിച്ചിരുന്നത്. അപ്പൊ ഈ 5 പ്രദേശം, ഒന്ന് അഹമ്മദ് നഗർ, ബേരർ 2, ഗോൽക്കൊണ്ട 3, ബിജാപൂർ 4, ബിദർ 5. നോക്കൂ, 5, 1 2 3 4 5. ഓക്കെ, തല കറങ്ങാനേ നിൽക്കരുത്. ചില ആൾക്കാർക്ക് ഇത് കാണുന്ന സമയത്ത് തല കറങ്ങാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. എൻ്റെ ദൈവമേ, അഹമ്മദ് നഗർ, ബേരർ, ഗോൽക്കൊണ്ട അല്ലേ, ബിദർ, പിന്നെ അതേപോലെ തന്നെ ബിജാപൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേ. 2 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അയലോക്കക്കാരും പിന്നെ നമ്മുടെ കുടുംബക്കാരും ഒക്കെയാണിത്. അതായത് ഈ പേര് കേട്ട് നിങ്ങൾ ആരും ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. 2-3 പ്രാവശ്യം നമ്മളിതൊന്ന് റിവൈസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ നമ്മളുടെ വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതേ നമ്മൾക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതില് അഹമ്മദ് നഗർ, അഹമ്മദ് ഷാഹികളാണ് ഭരണം നടത്തിയിരുന്നത്. അപ്പൊ പേര് അല്ലേ, ഇതെല്ലാവർക്കും ശരിയാവും. അഹമ്മദ് നഗർ, അഹമ്മദ് ഷാഹി. ഇനി അതേപോലെ തന്നെ ബേരർ എന്ന് പറയുന്നത് ഇമാദ് ഷാഹികളാണ് അല്ലെ, ഇമാദ് ഷാഹികൾ. അപ്പൊ ബേരർ വഹിക്കുന്ന അല്ലെ, അങ്ങനെ ബിയർ ചെയ്യുന്ന, വഹിക്കുന്ന അല്ലെ, അങ്ങനെയല്ലേ ബേരറിനെ നമ്മൾ ബിയറർ ആക്കുക തൽക്കാലം ഒരാവശ്യത്തിനാണ്. ഇമാദ്, അല്ലെ, ഇമ എന്നൊക്കെ പറയില്ലേ, ഇമ അല്ലെ. ഇമ നമുക്ക് എന്താ പറയാ, ഉമ്മ അല്ലെങ്കിൽ അമ്മ, എന്തു ആക്കാം, എന്തെങ്കിലും ഒക്കെ ആക്കിയിട്ട് ഇതില്ലേ. നമ്മളെ അമ്മയാണല്ലോ നമ്മളെ പിന്നെ വഹിച്ച് അല്ലേ, നമ്മുടെ ഗർഭം ചുമന്ന് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ബേറർ, നമ്മളെ ബിയർ ചെയ്ത ആളാണ് നമ്മളുടെ അമ്മ. ആരല്ല, ഇമാദ് ഷാഹികളാണ് അല്ലേ. ഗോൾക്കൊണ്ട, കുത്തബ് ഷാഹികൾ, അതാണ് നമ്മളിപ്പോൾ ചോദ്യത്തിൽ വന്നത്. അപ്പൊ ഈ ഗോളൊക്കെ അടിക്കുന്ന സമയത്ത് പിന്നെ കുത്തിമറിയും അല്ലേ, നമ്മുടെ റൊണാൾഡോ ഒക്കെ ഇങ്ങനെ കരണം കുത്തിമറിയുന്ന കണ്ടില്ലേ നിങ്ങൾ. അപ്പൊ ഗോൾക്കൊണ്ട, കുത്തബ് ഷാഹികൾ. ബിജാപൂർ ആദിൽ ഷാഹികൾ അല്ലേ, ബിജാപൂർ ആദിൽ ഷാഹികൾ. അപ്പൊ അതെങ്ങനെയാണ് കണക്ട് ചെയ്യുക? ഇത് നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യുക. ബിജാപൂർ സുൽത്താൻമാർ ആദിൽ ഷാഹികളാണ് ഭരണം നടത്തിയിരുന്നത്. ബിദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബരിദ് അല്ലെ, 2 പേരിൽ തമ്മിൽ ഒരു ബന്ധമുണ്ട്. ബിദർ ബരിദ് 2-3 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മളുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. മസൂലിപട്ടണം ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകിയ ഹൈദരാബാദിലെ ഭരണാധികാരി ആര്? മസൂലിപട്ടണം അല്ലേ. മസൂലിപട്ടണം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരു ഫിലിമൊക്കെ ഉണ്ട്. പിന്നെ എന്തായിരുന്നു ആ സിനിമേൻ്റെ പേര്? അതിലൊരു പാട്ടുണ്ട്, നല്ല രസകരമായിട്ടുള്ളൊരു പാട്ട്.
എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ ഉള്ളൊരു സിനിമ അല്ലേ, അതിനൊരു പ്രധാനപ്പെട്ട മസൂലിപട്ടണം തന്നെയാണോ ആ സിനിമേൻ്റെ പേര് അറിയില്ല. ഓക്കെ, എനിവേ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകിയ ഹൈദരാബാദിലെ ഭരണാധികാരി ആരാണ്? അൻവറുദ്ദീൻ, അസഫ് ഷാ, ചന്ദ സാഹിബ്, അതേപോലെ തന്നെ മുസഫർ ജംഗ്. ആരാണ് കമോൺ പറയൂ, ആരാണ്? മുസഫർ ജംഗ് ആണ് കേട്ടോ. അപ്പം ഇതിനു മുമ്പ് ഇതാണ് ഹൈദരാബാദ്. ആ കാലഘട്ടത്തിലെ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഇന്ത്യയിൽ ഭരണത്തിന് വേണ്ടിയിട്ട് പോരാടിയിരുന്ന 18th സെഞ്ചുറിയിലെ ഹൈദരാബാദ് ഭരണമേഖല കർണാട്ടിക് നവാബുമാർ ഭരിച്ചിരുന്ന മേഖലയാണിത് കേട്ടോ. അപ്പോൾ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫ്രഞ്ചുകാർക്കാണല്ലോ നൽകുന്നത്. അപ്പോൾ ഇന്ത്യയുമായിട്ട് കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് ഫ്രഞ്ചുകാർ തുടങ്ങിയിട്ടുള്ള ഒരു കമ്പനിയാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇതിൻ്റെ വർഷം വളരെ പ്രധാനപ്പെട്ട, എല്ലാ പരീക്ഷയിലും കാണും, 1664. മാത്രവുമല്ല ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇതൊക്കെ തുടങ്ങിയ വർഷം കാലക്രമത്തിലൊക്കെ പൂരിപ്പിക്കാൻ കാണാറുണ്ട് പരീക്ഷയിൽ. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പോൾ ബാക്കി നമ്മൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ ഇനി ആ ടോപ്പിക്കിലേക്ക് പോകുന്ന സമയത്ത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പോകും. ഓക്കെ, അപ്പോൾ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ ഫാക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂറത്താണ്, 1668. ഓക്കെ, ഇന്ത്യയിൽ വന്ന് സ്ഥാപിച്ചു. അപ്പോൾ നിങ്ങൾ ഈ ഫ്രഞ്ചുകാരുടെ പ്രദേശം പോണ്ടിച്ചേരി, മാഹി, ആനം, കാരക്കൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ ഈ പോണ്ടിച്ചേരി ഇപ്പം മസൂലിപട്ടണം ആരാണ് കൊടുത്തതെന്നാണ് പരീക്ഷയിൽ വന്നത് അല്ലേ. സ്വാഭാവികമായിട്ടും ഇനി അടുത്ത പരീക്ഷയിൽ പോണ്ടിച്ചേരി ആരായിരുന്നാ വാങ്ങിയെന്ന് ചോദിക്കും. അപ്പോൾ ഈ പോണ്ടിച്ചേരി പിൽക്കാലത്ത് പോണ്ടിച്ചേരിയായി വികസിച്ച പ്രദേശം ഫ്രഞ്ചുകാർ നമ്മുടെ ഗവർണർ ഷേർഖാൻ ലോധിയിൽ നിന്നാണ് ഈ ഫ്രഞ്ചുകാർ വാങ്ങുന്നത്. അപ്പോൾ ഓപ്ഷൻ അല്ലേ, ഇതൊരു ചോദ്യമായിട്ട് നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ തന്നെ അല്ലേ, ഷേർഖാൻ ലോധിയിൽ നിന്നാണ് ഈ പോണ്ടിച്ചേരി എന്ന് പറയുന്ന പ്രദേശം ഫ്രഞ്ചുകാർ വാങ്ങുന്നത്. അപ്പോൾ ഈ ഹൈദരാബാദ് അതേപോലെ തന്നെ കർണാട്ടിക് നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇവിടെ അധികാരത്തിന് വേണ്ടിയിട്ട് വടംവലി ഇവിടെ ഹൈദരാബാദിലും കർണാട്ടിക്കിലും. അപ്പോൾ ഹൈദരാബാദിൽ അധികാര വടംവലി നടത്തിയത് നാസിർ ജംഗ് അതേപോലെ തന്നെ മുസാഫർ ജംഗ് എന്ന് പറയുന്നതാണ്. നാസിർ ജംഗ്, മുസാഫർ ജംഗ് എന്ന് പറയുന്ന രണ്ട് പേര് തമ്മിൽ. അപ്പോൾ നാസിർ ജംഗിന് ബ്രിട്ടീഷുകാർ സഹായം നൽകി. മുസാഫർ ജംഗിന് സഹായം കൊടുത്തു? ഫ്രഞ്ചുകാർ സഹായം കൊടുത്തു. ഞാൻ എന്നെ കുറച്ച് മുകളിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫ്രഞ്ചുകാരുടെ സഹായത്തോടു കൂടി മുസാഫർ ജംഗ് നാസിർ ജംഗിനെ വധിച്ച് നൈസമായിട്ട് അധികാരമേറ്റു. അപ്പോൾ ഇതിന് പ്രത്യുപകാരമായിട്ട് നൽകിയതാണ് ഈ മസൂലിപട്ടണം ഫ്രഞ്ചുകാർ. മുസാഫർ ജംഗ് ഫ്രഞ്ചുകാർക്ക് നൽകിയതാണ് ഈ മസൂലിപട്ടണം എന്ന് പറയുന്ന പ്രദേശം അല്ലേ. ഒരു ചോദ്യമാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിന് എന്തൊക്കെ ചോദ്യങ്ങളാണ് ആ ഒരു ടോപ്പിക്കായിട്ട് നമ്മൾ ഇവിടുന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം അല്ലേ, വർഷം ഇമ്പോർട്ടൻ്റ് അല്ലേ? യെസ്. 2 ആദ്യത്തെ ഫാക്ടറി എവിടെയാണ്? സൂറത്ത്. ചോദ്യം വരാൻ സാധ്യതയല്ലേ? ഉണ്ട്. പോണ്ടിച്ചേരി ആരിൽ നിന്നും വാങ്ങി? ഷേർഖാൻ ലോധി. ആരാണ്? ഷേർഖാൻ ലോധി അല്ലേ, ഷേർഖാൻ ലോധി പോണ്ടിച്ചേരി. ഇനി അതേപോലെ തന്നെ മസൂലിപട്ടണം ആരിൽ നിന്ന് വാങ്ങി? നമ്മളിപ്പോൾ പഠിച്ചു, മുസാഫർ ജംഗിൽ നിന്നുമാണ് ഈ ഫ്രഞ്ചുകാർക്ക് മസൂലിപട്ടണം എന്ന് പറയുന്ന പ്രദേശം കിട്ടിയത്. ഓക്കെ ആണല്ലോ, പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ്. എല്ലാ പരീക്ഷയിലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ആരംഭിച്ച ജേണൽ. ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി മാത്രമല്ല, ഒരുപാട് വ്യക്തികൾ ആ കാലഘട്ടത്തിൽ നാഷണൽ മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് പത്രങ്ങളും ജേണലുകളൊക്കെ തുടങ്ങുന്നുണ്ട്. അത് നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചു വെക്കണം. പരീക്ഷയിലെ ചോദ്യമിടുന്ന ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമേഖലയാണ് ഈ ജേണൽ, പുസ്തകങ്ങൾ, ന്യൂസ് പേപ്പർ, ആര് ആണ് അത് പബ്ലിഷ് ചെയ്തത് എന്നത്. അപ്പോൾ അത് നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ആരംഭിച്ച ജേണൽ ഏത് എന്നാണ് ചോദ്യം വരുന്നത്. ഓക്കെ, ഇന്ത്യ എന്ന ജേണലാണ് ഇവർ ആരംഭിച്ചത്. ഓക്കെ ആണല്ലോ. അപ്പോൾ മൂവിങ് ടു ദ ടോപ്പിക്, ആ കാലഘട്ടത്തിലെ കുറച്ച് ജേണൽ പത്രങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു നോക്കണം. ഇത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഓരോ മാർക്ക് അല്ലെങ്കിൽ പോയിന്റ് മാർക്കിനൊക്കെയാണ് നമ്മൾക്ക് ഇതിൽ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതും പുറത്തേക്ക് പോകുന്നതും. അപ്പോൾ നമുക്ക് പഠിക്കാം. ദ ഹിന്ദു സ്വദേശിമിത്രം, സുബ്രഹ്മണ്യ അയ്യർ അല്ലേ. ഹിന്ദു സ്വദേശിമിത്രം ആരാണ്? സുബ്രഹ്മണ്യ അയ്യരാണ് ഹിന്ദു അതേപോലെ തന്നെ സ്വദേശിമിത്രം എന്ന് പറയുന്ന 2 ദ ഹിന്ദു ന്യൂസ് പേപ്പർ സ്ഥാപിച്ചത് സുബ്രഹ്മണ്യ അയ്യർ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ,
ഓർത്തു വെക്കുമല്ലോ. ഇനി അമൃത് ബസാർ പത്രിക അല്ലേ, അമൃതം മോന്തി കുടിച്ചാൽ മോത്തിലാൽ ഘോഷ്, ഭയങ്കര ആഘോഷമല്ല, ശിശിരത്തിലും ഭയങ്കര ആഘോഷം. അമൃതം ഇങ്ങനെ മോന്തി കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആഘോഷം. അത് പഠിച്ചു വെക്കുക. അമൃത് ബസാർ പത്രിക. മോന്തി കുടിക്കുക എന്ന് പറയുന്നത് മോത്തിലാൽ ഘോഷ്. ആഘോഷം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഘോഷാണ് കേട്ടോ. ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ശിശിരത്തിലും ആഘോഷം അല്ലേ, ശിശിർ കുമാർ ഘോഷ് പഠിച്ചു. ബോംബെ സമാചാർ, ഫർദൂർജി മർസ്ബാൻ അല്ലേ. മർസ്ബാൻ എന്ന് പറയുന്ന പേര് നോക്കൂ നിങ്ങൾ അല്ലേ. ബോംബെ ഡോണിനെ പോലെയൊക്കെയുള്ള ഒരു പേരാണ് മർസ്ബാൻ എന്ന് പറയുന്നത് അല്ലേ. ബാൻ ചെയ്യും എല്ലാവരും, ഡോണിനെ നമ്മൾ ബാൻ ചെയ്യും അല്ലേ. അപ്പോൾ ബോംബെ സമാചാർ, ഫർദൂർജി മർസ്ബാൻ. കേസരി മറാത്ത അല്ലേ, മറാത്ത കേസരി എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലക് അല്ലേ. ഗംഗാധര, ഇതെല്ലാവർക്കും അറിയാം, ഇത് വളരെ സിമ്പിളാണ്, നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ്. ബംഗാളി, ഈ ബാനർജി എന്ന് പറയുന്ന പേരൊക്കെ ബംഗാളിലെ ആളുകളുടെ പേരാണ്. അപ്പോൾ സുരേന്ദ്രനാഥ് ബാനർജി, ബംഗാളി എന്ന് പറയുന്ന ജേണൽ സുരേന്ദ്രനാഥ് ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ശബ്ദമാണ് അല്ലെ. ഇന്ത്യയുടെ ശബ്ദം ആരാണ്? ദാദാഭായ് നവറോജി അല്ലേ. ദാദാഭായ് നവറോജി ഇന്ത്യയുടെ ശബ്ദം, വോയിസ് ഓഫ് ഇന്ത്യ ദാദയാണ് അല്ലേ. ഇന്ത്യയുടെ ശബ്ദം ഒരു ദാദക്കാണ് കേൾപ്പിക്കാൻ പറ്റുക അല്ലേ. അപ്പം ദാദ ഓർത്തു വെക്കുക. ഞാനത് പറയുന്നത് കേട്ട് ആരും ആവേശഭരിതരാകൊന്നും വേണ്ട, ഓർത്തു വെക്കാനുള്ള ഒരു ടെക്നിക്കാണ്. ഷോം പ്രകാശ്, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. അപ്പൊ ഈശ്വരൻ, അതേപോലെ തന്നെ വിദ്യ, ഇതൊക്കെ ഒരു പ്രകാശമാണ് അല്ലേ. നമ്മൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഷോം പ്രകാശ്. അപ്പോൾ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ആണ് ഷോം പ്രകാശ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ആള്. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത്, ആനി ബസന്റ്. ഈ യങ് ഇന്ത്യയും ന്യൂ ഇന്ത്യയും തമ്മിൽ ഒരിക്കലും തമ്മിൽ മാറരുത്. ഗാന്ധി എപ്പോഴും വളരെ യങ് ആയിട്ടിരുന്ന ആളാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ 70കളിൽ പോലും അദ്ദേഹം വളരെ ചുറുചുറുക്കോടുകൂടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും ഇന്ത്യക്കാർ മുഴുവൻ ഒരുമിച്ച് നിൽക്കേണ്ടതിന് വേണ്ടിയിട്ടും ഒക്കെ പോരാടിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ യങ് ആണ് ഗാന്ധിജി, എപ്പോഴും യങ് ആണ്. അപ്പോൾ യങ് ഇന്ത്യ ഗാന്ധിജിയുടേതാണ്. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആനി ബെസന്റ് ആണ്. അപ്പോൾ അതേപോലെ തന്നെ ഹരിജൻ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്ന രണ്ട് ജേണൽസ് കൂടി ഗാന്ധിജിയുടെ വകയുണ്ട്. അതും നിങ്ങൾ പഠിക്കണം. ഹരിജൻ അല്ലേ, ഹരിജൻ, ഈ ദളിത് വിഭാഗങ്ങളെയൊക്കെ ഹരിജൻ എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ ഗാന്ധിയാണ്. അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. അൽ ഹിലാൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം, ലാല ലജ്പത് റായ് അല്ലേ. വന്ദേ മാതരം സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രൊട്ടസ്റ്റിൽ ഈ ലാലാ ലജ്പത് റായിനെ പോലീസുകാർ അതിക്രൂരമായിട്ട് ബ്രിട്ടീഷ് പോലീസ് മർദ്ദിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അല്ലേ. അപ്പോൾ അദ്ദേഹം അന്ന് പ്രൊട്ടസ്റ്റ് നടത്തിയപ്പോൾ വന്ദേ മാതരം എന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റ് നടത്തി, അദ്ദേഹത്തിന് ലാത്തി ചാർജ് കിട്ടി, അദ്ദേഹം വളരെ പെട്ടെന്ന് രോഗശൈലിയിലായിട്ട് മരിക്കുകയും ചെയ്തു. നേഷൻ, ഗോപാലകൃഷ്ണ ഗോഖലെ, ഗോപാല അല്ലേ, ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലേ. അപ്പോൾ നേഷൻ എന്ന് പറയുന്നത് ഗോപാല കൃഷ്ണ ഗോഖലെ. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് മാത്രവുമല്ല, ഒരുപാട് പുസ്തകങ്ങൾ ഇനിയും നമ്മൾക്ക് പഠിക്കാനുണ്ട്. അതെല്ലാം തന്നെ നമ്മളുടെ മെറ്റീരിയൽ അവൈലബിൾ ആണ്. നമ്മുടെ ഡീറ്റെയിൽ ക്ലാസ്സുകളിൽ കൂടുതൽ ഇതിനെപ്പറ്റി എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ട് ഇരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, ഷെയ്ഖ് സൈനുദ്ദീൻ്റെ തുഫ്ഹത്തുൽ മുജാഹിദീൻ അദ്ദേഹം സമർപ്പിക്കുന്നത് ആർക്ക്? അപ്പോൾ ഇത് ഒരുപാട് പ്രാവശ്യം കേൾക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഈ തുഫ്ഹത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കേരള ചരിത്രത്തെ പറ്റിയിട്ട് ആദ്യമായിട്ടുള്ളൊരു ചരിത്ര പുസ്തകം എന്നൊക്കെ പറയാറുണ്ട്, തുഫ്ഹത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മളത് ഉത്തരം ഓപ്ഷൻ നോക്കുന്ന സമയത്ത് ബിജാപ്പൂർ സുൽത്താൻ ഉണ്ട്, കോഴിക്കോട് സാമൂതിരി ഉണ്ട്, പോർച്ചുഗീസ് ഗവർണർ ഉണ്ട്, വേണാട് രാജാവുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾക്ക് പെട്ടെന്നത് കോഴിക്കോട് സാമൂതിരിയിലേക്കൊക്കെ ഉത്തരം എത്തിച്ചേരാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്നാമത് നമ്മൾ ഒരു കുഴിയിൽ ചെന്ന് ചാടുന്നതാണ്. അതായത് നമ്മൾ എവിടെയെങ്കിലും ഉത്തരം അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സ് ഇത് അവിടെ ഇവിടെയൊക്കെ കേട്ട ഓപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലേക്ക് ചാടിപ്പോകാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അപ്പോൾ കോഴിക്കോട് സാമൂതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റും. ബിജാപ്പൂർ സുൽത്താന് വേണ്ടിയിട്ടാണ് ഇത് സമർപ്പിക്കുന്നത്, ബിജാപ്പൂർ സുൽത്താന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. പിന്നെ ഈ പുസ്തകം നോക്കാം അല്ലേ നമ്മൾ, തുഫ്ഹത്തുൽ മുജാഹിദീൻ. അപ്പോൾ ഇത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. രണ്ടാമൻ വളരെ പ്രധാനപ്പെട്ടതാണ്. സൈനുദ്ദീൻ മഖ്ദൂം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒന്നാമൻ രണ്ടാമൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നാലോ, എൻ്റെ പൊന്നു സാറേ എനിക്കിതൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പഠിക്കുന്ന സമയത്ത് കൃത്യമായി പഠിക്കുക എന്നതുകൂടി പഠനത്തിൻ്റെ ഒരു ഭാഗമാണ്.
ഇനി ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, അതുകൂടി പറഞ്ഞുതരാം. ഇത് ഏതാ ഭാഷ എന്ന് അങ്ങനെയും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അറബി ഭാഷ ഇല്ലേ? ചിലപ്പോൾ അറബി മലയാളം എന്നൊക്കെ എഴുതാനുള്ള ചാടിക്കയറി എഴുതാനുള്ള സാധ്യതയുണ്ട്. ഇത് സമർപ്പിച്ചിരിക്കുന്നത് ബിജാപൂർ സുൽത്താനായിട്ടുള്ള അലി ആദിൽ ഷാ എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഇത് സമർപ്പിച്ചിട്ടുള്ളത്. പുസ്തകം 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്, 4 ഭാഗങ്ങളായിട്ട് ഈ പുസ്തകം തിരിച്ചിട്ടുണ്ട്. ഒന്ന് ജിഹാദിന്റെ ഇസ്ലാമിക ആശയങ്ങൾ. ജിഹാദ് എന്ന് പറയുമ്പോൾ പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സമരത്തെയാണ്, അല്ലെങ്കിൽ റെസിസ്റ്റൻസിനെയാണ് ഇവിടെ ജിഹാദ് എന്ന് പറയുന്നത്. മലബാറിലെ മുസ്ലിം സമുദായത്തിലെ ചരിത്രം അല്ലെ, ചരിത്ര ഗ്രന്ഥമാണ് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ മലബാറിലെ ഹിന്ദു ജനസംഖ്യയുടെ ആചാരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ച ഉൾപ്പെടെ 4 ഭാഗങ്ങളാണ് ഈ നമ്മുടെ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന പുസ്തകത്തിനുള്ളത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഒരു ചോദ്യം ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ്. ഇപ്പൊ സാമ്പ്രദായികമായി നമ്മൾ ഇത് ആരെഴുതി, അതാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അത് നമ്മൾ പഠിച്ചു പോകും. ആർക്കാണ് സമർപ്പിക്കുന്നത്? പുതിയ മേഖലകൾ തേടിക്കൊണ്ടിരിക്കുകയാണ് പരീക്ഷാ ചോദ്യകർത്താക്കൾ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിന് പകരം ഓരോ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ഒക്കെ ധാരാളമായിട്ട് ചോദിച്ചു വരുന്നുണ്ട്. അതായത് ഒരു വിഷയത്തെ പറ്റി സമഗ്രമായിട്ട് അറിവുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം ക്വാളിഫൈഡ് ആവൂ, അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടൂ എന്ന രീതിയിലേക്ക് ചോദ്യത്തിന്റെ ഘടനയൊക്കെ മാറി മാറി വരുന്നുണ്ട്. അപ്പൊ ഇനി ഇത് സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പോർച്ചുഗീസുകാർക്കെതിരെ പോരാടാൻ മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുന്നതിനാണ് ഇത് എഴുതിയത് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഈ പോർച്ചുഗീസ് മാറ്റിയിട്ട് ഡച്ച് ആക്കും, പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. രണ്ടാമത്തെ ഇതിൽ 4 ഭാഗങ്ങളുണ്ട്, പിന്നെ ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് എഴുതിയതും സമർപ്പിച്ചതും ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ഇത് വരും. അപ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റി മൊത്തം അറിഞ്ഞാലേ നമ്മൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഭയങ്കര പ്രശ്നമാണ് നിങ്ങൾ വിചാരിക്കരുത്. നല്ല ക്വാളിറ്റി ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മൾക്ക് നല്ല അധ്യാപകനാവാൻ കഴിയൂ. ആ രീതിയിൽ ചിന്തിച്ചാൽ മതി. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും കിട്ടുന്നില്ല എങ്കിൽ കുറച്ച് ക്വാളിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പുതിയ കാലഘട്ടത്തിൻ്റെ ടീച്ചേഴ്സാണ് കേട്ടോ. പഴയ കാലഘട്ടത്തിലെ എന്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും അല്ലേ, ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത അധ്യാപകർ, അങ്ങനെയാണ്. എനിക്കൊക്കെ കിട്ടിയ അടിക്ക് കണക്കില്ല. എന്തിന് എനിക്ക് തന്നെ അറിയില്ല അത് എന്തിനാ കിട്ടിയെന്ന്. അങ്ങനത്തെ അധ്യാപകരുടെ കാലം മാറി. ഇപ്പോൾ ഒരു റീസൺ അല്ലെങ്കിൽ ഒരു കോസ്, നമ്മളൊരു കുട്ടിയായിട്ട് പെരുമാറുമ്പോൾ, സംസാരിക്കുമ്പോൾ, ഉത്തരം കൊടുക്കുമ്പോൾ എല്ലാത്തിനും നമ്മൾക്ക് ആ ഒരു ബൗദ്ധികമായിട്ടുള്ള നമ്മളുടെ ഒരു നിലവാരം ഉയർന്നാൽ മാത്രമേ അത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾക്ക് ഡീല് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയില്ലേ നിങ്ങൾ ഇതിൻ്റെ ഇത് കാണാൻ, നമ്മുടെ സ്ലൈഡ് കാണാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ വെറുതെ നിങ്ങളെയൊക്കെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തുഹ്ഫത്തുൽ മുജാഹിദീൻ. അപ്പോൾ മുജാഹിദീൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നതാണ് ഈ ജിഹാദ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രഗിൾ, ഇന്നർ സ്ട്രഗിൾ. അപ്പോൾ ഇവിടെ പോർച്ചുഗീസുകാർക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ടാണ് ഈ പിന്നെ ജിഹാദിൻ്റെ ഇസ്ലാമിക ആശയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം ഇത് എഴുതിയിട്ടുള്ളത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അറബി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് അല്ലേ? മക്തൂം അറബി ഭാഷയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. അടുത്തൊരു ചോദ്യം, പ്രാചീന കേരളത്തിലെ ബുദ്ധമത കേന്ദ്രമായിരുന്ന ശ്രീമൂലവാസ വിഹാരത്തെ സംബന്ധിച്ച പരാമർശമുള്ള ചരിത്ര ഉറവിടം. ഇപ്പൊ നമ്മൾ കേരളത്തിൽ അല്ലേ, ഹിന്ദുമതം, ഇസ്ലാം മതം, ക്രിസ്ത്യൻ, ബുദ്ധമതം, ജൈനമതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിൽ ഇല്ലാന്ന് തന്നെ പറയാം. വളരെ ചെറിയ അളവിൽ മാത്രമേ ഉള്ളൂ ആൾക്കാർ. പക്ഷെ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ബുദ്ധ ജൈന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധമത കേന്ദ്രമാണ് ശ്രീമൂലവാസ വിഹാരം. വിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കേന്ദ്രം, ശ്രീമൂലവാസം എന്നാ പറയുക, ശ്രീമൂലവാസ വിഹാരം. ഇതിനെപ്പറ്റി സംബന്ധിച്ച പരാമർശമുള്ള ചരിത്രം ഉറവിടം നോക്കൂ നിങ്ങൾ. പണ്ട് ഈ പുസ്തകം ആരെഴുതിയാൽ മതി എന്നതിന് പകരം ഇപ്പോൾ ഈ പെരിപ്ലസിന്റെ പുസ്തകത്തിലും ഇൻഡിക്ക എന്ന പുസ്തകത്തിലും ചൊക്കൂർ ശാസനത്തിലും മൂഷക വംശകാവ്യത്തിലുമൊക്കെ എന്താണ് പരാമർശിച്ചിരിക്കുന്നത് എന്ന് പോലും ചോദിക്കുന്ന രീതിയിലേക്ക് നമ്മളുടെ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് സാധനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മൂഷക വംശകാവ്യത്തിലാണ് ഈ ശ്രീമൂലവാസ വിഹാരത്തെ പറ്റി ഒരു പിന്നെ എന്താ പറയുക റെഫറൻസ് ഉള്ളത്. ഓക്കെ, ഇനി ഇതിനെപ്പറ്റി ശ്രീമൂലവാസ വിഹാരത്തെ പറ്റിയിട്ട് നമ്മൾക്ക് 2-3 കാര്യങ്ങൾ നോക്കാം. ഒന്ന്, ഇതിനെ പറ്റിയിട്ട് വിവരങ്ങൾ ലഭിക്കുന്ന ഉറവിടങ്ങൾ ഒരു 3 എണ്ണം ഉണ്ട്. അപ്പൊ അതിൽ ഓപ്ഷനിൽ വന്നതാണ് നമ്മളുടെ മൂഷക വംശം എന്ന് പറയുന്നത്, ഓപ്ഷനിൽ ഉള്ളതാണ്. അതിനു പുറമെ ഓപ്ഷൻ ഇല്ലാതെ 2 കാര്യങ്ങളിൽ കൂടി
ഈ ശ്രീമൂലവാസം ബുദ്ധവിഹാരത്തെ പറ്റി പറയുന്നുണ്ട്. അതിൽ ഒന്നാണ് ഓപ്ഷൻ നമ്പർ 1, 18ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച 11ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച അഷ്ടസഹസ്രീക പ്രജ്ഞാപരമിത സൂത്രം. ഒരു താളിയോല കയ്യെഴുത്ത് പ്രതിയാണ്. അങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഒന്ന് ചോദിച്ചല്ലോ, ഇത് എവിടെയാണ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. അടുത്ത പ്രാവശ്യം ഈ നമ്മുടെ കേംബ്രിഡ്ജ് സർവകലാശാലയിലുള്ള ഒരു താളിയോല കയ്യെഴുത്ത് പ്രതിയിലും ഇതിനെപ്പറ്റി പറയുന്നുണ്ട് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പറയാൻ പറ്റൂല, ചിലപ്പോൾ അങ്ങനെയും ഇല്ലായികയില്ല. ഓക്കെ, അപ്പൊ ഒന്ന് അറിഞ്ഞു വെക്കണം. അഷ്ടസഹസ്രീക പ്രജ്ഞാപരാമിത. ഇനി അതൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം വായിക്കുക. ഓപ്ഷൻ വരുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലേക്ക് ഇങ്ങോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അങ്ങനെയുണ്ട്. എല്ലാം കാണാതെ പഠിക്കുക അങ്ങനെയൊന്നും അല്ല. പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ വായിച്ച് പോയ കാര്യങ്ങളൊക്കെ ഓപ്ഷൻ കാണുന്ന സമയത്ത് നമ്മൾക്കൊരു ധാരണ ഉണ്ടാവും. അതും പഠനത്തിന്റെ ഭാഗമാണ്. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കുക, കേംബ്രിഡ്ജ് സർവകലാശാലയിലാണ്, നേപ്പാളിൽ നിന്നാണ് ഈ കയ്യെഴുത്ത് പ്രതി കിട്ടുന്നത്. പിന്നീട് കേംബ്രിഡ്ജ് സർവകലാശാലയിലാണ് അതിപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്നുണ്ട് കേരളത്തിലെ ഈ ശ്രീമൂലവാസം എന്ന് പറയുന്ന ബുദ്ധവിഹാരത്തെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. രണ്ടാമത്തത് പാലിയൻ ചെമ്പ് പ്ലേറ്റ് ലിഖിതാണ്. കേരളത്തിലെ രാജാവായിരുന്ന വിക്രമാദിത്യ വരഗുണൻ, അല്ലേ? ധാരാളം ഗുണങ്ങളുള്ള ആൾക്കാരാണ് ബുദ്ധമതം, ജൈനമതത്തിലെ ആൾക്കാരെന്നൊക്കെ പറയുന്നത്. കാരണം ഇവർ ഒരു എൻലൈറ്റൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു പ്രത്യേക ജ്ഞാനോദയം കിട്ടുകയാണ്. അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ വരഗുണൻ, വിക്രമാദിത്യ വരഗുണന്റെ പാലിയം ചെമ്പ് പ്ലേറ്റിലും ഇത് പറയുന്നുണ്ട്. പിന്നെയാണ് മൂഷിക വംശം 11ാം നൂറ്റാണ്ടിൽ അതുലൻ രചിച്ച മഹാകാവ്യമാണ്. ഇതിലും നമ്മുടെ ശ്രീമൂലവാസം മഹായാന ബുദ്ധവിഹാരത്തിലെ ബോധിസത്വ അവലേഖീശ്വര പ്രതിമയുടെ പകർപ്പാണ് ഈ സൈഡിൽ കാണുന്നത്. ഈ ശ്രീമൂലവാസം മഹായാന വിഹാര കേന്ദ്രത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയാനുണ്ട്. അത് ഈ ഓപ്ഷൻ നോക്കൂ നിങ്ങൾ. ഇൻഡിക്ക ABCD അല്ലെങ്കിൽ D ഇൻഡിക്ക, സി നമ്മളുടെ ഉത്തരം. ഇൻഡിക്ക എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിക്ക ഒരു കാറാണോ? ഒരു കാറാണ്. ഞാനൊക്കെ ഡ്രൈവിംഗ് പഠിച്ചത് ഇൻഡിക്ക കാറിലാണ് കേട്ടോ. ടാറ്റ ഇൻഡിക്ക. ഞാൻ ഒരിക്കലും മറക്കൂല. ഇൻഡിക്ക നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു. മെഗസ്തനീസ് എന്ന് പറയുന്ന വ്യക്തിയുടെ പുസ്തകമാണ് ഇൻഡിക്ക എന്ന് പറയുന്നത്. ചോക്കൂർ ശാസനങ്ങളെ പറ്റി വിശദമായിട്ട് നമ്മൾ ക്ലാസ് എടുക്കും. അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് പെരിപ്ലസ് ആണ്. ഒരു പുസ്തകമാണ് കേട്ടോ. പെരിപ്ലസ് ഓഫ് എറിത്രിയൻ സി എന്ന് പറഞ്ഞാൽ റെഡ് സി. ഇനി അങ്ങനെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. എറിത്രിയൻ സി എന്ന് പറയുന്നത് ഏതാണെന്ന്? റെഡ് സി. ഹാൻഡ് ബുക്ക് ഓൺ റെഡ് സി എന്നാണ് ഇത് പറയാം. ഈ പെരിപ്ലസ് ഓഫ് എറിത്രിയൻ സി എന്ന് പറയുന്ന പുസ്തകം ആരാണ് എഴുതിയത് എന്ന് നമ്മൾക്ക് അറിയില്ല. ഒരു അജ്ഞാതനായിട്ടുള്ള ഗ്രീക്ക് നാവികനാണ് ഇത് എഴുതിയിട്ടുള്ളത്. 1st സെഞ്ചുറി CE, കോമൺ ഇറ അല്ലെങ്കിൽ AD എന്ന് ഇപ്പോൾ ഉപയോഗിക്കാറില്ല കേട്ടോ. ഇപ്പോൾ ADക്ക് പകരം കോമൺ ഇറ എന്നാണ് ഉപയോഗിക്കാറ്. ഓക്കെ, അത് എന്തുകൊണ്ട് മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഇറ, അതുപോലെ തന്നെ BCE, ബിഫോർ കോമൺ ഇറ, അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റത് AD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നോഡമനി, BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ്. അതിനൊരു മതവുമായി ബന്ധമുള്ളത് കൊണ്ട് ചരിത്രകാരന്മാർ എന്ത് ചെയ്തു? ഇപ്പോൾ ഉപയോഗിക്കുന്നത് BCE ബിഫോർ കോമൺ ഇറ, അതുപോലെ തന്നെ CE കോമൺ ഇറ എന്നിങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അറബ് സഞ്ചാരിയായിരുന്ന സുലൈമാൻ കേരളം സന്ദർശിച്ചത് ഏത് പെരുമാളിന്റെ കാലത്തായിരുന്നു? ഓപ്ഷൻ വീരരവിവർമ്മ, B സ്ഥാണുരവിവർമ്മ, C ഭാസ്കര രവിവർമ്മ, D രാമവർമ്മ കുലശേഖര. അല്ലേ? സുലൈമാൻ കേരളം സന്ദർശിച്ചത് ഏത് പെരുമാളിന്റെ കാലത്തായിരുന്നു? അപ്പൊ ഏതാണ് ഉത്തരം? നിങ്ങളൊന്ന് നോക്കൂ, കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്ന്. പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ കിട്ടണമെന്ന് വാശി പിടിക്കരുത് കേട്ടോ. അറ്റ്ലീസ്റ്റ് നമ്മൾ 2-3 പ്രാവശ്യം സിലബസ് എല്ലാം കവർ ചെയ്ത് വരുമ്പോഴാണ് നമ്മൾക്ക് പരീക്ഷകളിലൊക്കെ കൂടുതൽ മാർക്ക് ഉണ്ടാവാനുള്ള സാധ്യത. അപ്പൊ ഇത് സുലൈമാനാണ്, അല്ലേ? സുലൈമാനെ എന്ന് പറയുന്ന ഒരാള്, ഒരു അറബ് സഞ്ചാരി കേരളം സന്ദർശിച്ചിട്ടുണ്ട്. ആരുടെ കാലഘട്ടത്തിൽ? ഓപ്ഷൻ B ആണ് ഉത്തരം. സ്ഥാണു രവിവർമ്മ എന്ന് പറയുന്ന കുലശേഖര രാജാവായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് സുലൈമാൻ എന്ന് പറയുന്ന ആള് കേരളം സന്ദർശിച്ചത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 851 AD 851. ഇപ്പൊ AD പറയുന്ന പേര് കോമൺ ഇറ, CE 851 ഇദ്ദേഹം നമ്മുടെ കേരളം സന്ദർശിക്കുന്നത്.
അപ്പൊ ഇദ്ദേഹം കൊല്ലത്തെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. കൊല്ലാം അല്ലേ, കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലോൺ. നമ്മുടെ കേരളവും ചൈനയും തമ്മിൽ വിപുലമായ വ്യാപാരം ഉണ്ടായിരുന്നു, അതിന്റെ കേന്ദ്രമാണ് ഈ കൊല്ലം എന്നൊക്കെ അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സ്ഥാണു രവിവർമ്മയെ പറ്റി പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ക്രിസ്ത്യൻ വ്യാപാരികൾക്ക് കേരളത്തിൽ അവകാശങ്ങൾ നൽകിക്കൊണ്ടുള്ള ഒരു തരിസാപ്പള്ളി ചെമ്പ് ശാസനം നൽകിയത് ആരാണ്? നമ്മുടെ ഈ സ്ഥാണു രവിവർമ്മ എന്ന് പറയുന്ന വ്യക്തിയാണ്. അതായത് പിന്നെ തരിശായി കിടക്കുന്ന ഭൂമി അല്ലെ, അപ്പൊ അത് ക്രിസ്ത്യൻസ് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ വന്ന സമയത്ത് അവരോട് പറയും, നിങ്ങൾ ഈ തരിശായിട്ടുള്ള ഭൂമിയിൽ സ്ഥാനം കൊടുക്കുകയാണ്. സ്ഥാണു രവിവർമ്മ സ്ഥാനം കൊടുക്കുകയാണ് അല്ലെ, ഈ തരിശായിട്ടുള്ള ഭൂമിയിൽ കൃഷി ചെയ്തോളൂ മക്കളെ, ക്രിസ്ത്യൻസിനോട് പറയാണ്. അപ്പൊ തരിശാപ്പള്ളി ചെമ്പ് എന്ന് പറയുന്നത് ആ സ്ഥാനം ക്രിസ്ത്യൻസിന് പിന്നെ അവകാശം കൊടുത്തിട്ടുള്ള, വ്യാപാരികൾക്ക് അവകാശം കൊടുത്തിട്ടുള്ള ചെമ്പ് ശാസനം പുറപ്പെടുവിച്ചത് നമ്മളുടെ സ്ഥാണു രവിവർമ്മ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നുകൂടി പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി പഴശ്ശി സമരങ്ങൾ എന്ന ചരിത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ്. അപ്പോ ഇതിൽ ചരിത്ര ഗ്രന്ഥങ്ങളാണോ നിങ്ങൾ പഠിക്കേണ്ടത്? ചരിത്ര ഗ്രന്ഥങ്ങളാണ് പഠിക്കേണ്ടത്. പോയി ലിറ്ററേച്ചറിൽ ഒരുപാട് നോവലുകളുണ്ട്, അതൊന്നും പഠിച്ച് സമയം കളയണ്ട. ഹിസ്റ്ററിയുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ചരിത്രവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ ഉണ്ടാവും. അതിൽ പെട്ടതാണ് പഴശ്ശി സമരങ്ങൾ എന്ന് പറയുന്നത്. ആരാണ് പഴശ്ശി സമരങ്ങൾ എഴുതിയിട്ടുള്ളത് അല്ലെ? പഴശ്ശിരാജയുടെ സിനിമ കണ്ടിട്ടില്ല നിങ്ങൾ? മമ്മൂട്ടീന്റെ ഒരു സിനിമ, ആരിവിടെ ചുരങ്ങൾ താണ്ടി ചൂളമടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ട് കേട്ടിട്ടില്ല നിങ്ങൾ? പഴശ്ശി സമരങ്ങൾ. അപ്പൊ KN കുറുപ്പാണ്. പഴശ്ശിരാജയുടെ സമരങ്ങൾ ഒരു കുറുപ്പാണ് അല്ലെ, പടക്കുറുപ്പ്. പഴശ്ശിരാജ ഒരു പടവെട്ടിയാളാണ്, അപ്പൊ കുറുപ്പാണ്. KN കുറുപ്പാണ് പഴശ്ശി സമരങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയത് അല്ലെ. പടക്കുറുപ്പ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. പഴശ്ശി പടവെട്ടിയാളാണ്, അപ്പൊ പടക്കുറുപ്പ്, അപ്പൊ കുറുപ്പാണ് ഇത് എഴുതിയിട്ടുള്ളത് കേട്ടോ. എങ്ങനെയെങ്കിലൊക്കെ പഠിച്ചു വെക്കുക. ഇനി 3-4 നോവൽ, ചരിത്രവുമായി ബന്ധപ്പെട്ട നോവലുകൾ. ഒന്ന് മാർത്താണ്ഡവർമ്മ, CV രാമൻ പിള്ള. അതേപോലെ തന്നെ ധർമ്മരാജ. മാർത്താണ്ഡവർമ്മനെ നിങ്ങൾക്ക് അറിയാലോ, തിരുവിതാംകൂർ രാജാവ്. അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ഒരു പുസ്തകമാണ് CV രാമൻ പിള്ള. അതേപോലെ തന്നെ ധർമ്മരാജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ CV രാമൻ പിള്ളയുടെ മറ്റൊരു നോവലാണ്. രാമവർമ്മ പിന്നെ എന്ന് പറയുന്ന ഒരു തിരുവിതാംകൂർ രാജാവ്, അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ഒരു പിന്നെ പുസ്തകമാണ് ധർമ്മരാജ എന്ന് പറയുന്ന പുസ്തകം. രണ്ടും CV രാമൻ പിള്ളയാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, സുഖാണ്. CV രാമൻ പിള്ള ചരിത്ര നോവലിസ്റ്റാണ്. ഇപ്പൊ രണ്ടും തിരുവിതാംകൂറുമായിട്ട് ബന്ധമുള്ളതാണ്. ദ ഐവറി ത്രോൺ പുതിയ ചലനങ്ങൾ ഉണ്ടാക്കിയതാണ്. നിങ്ങൾ വലിയ യുവതി യുവാക്കളാകുന്ന സമയത്ത് ഈ മനു എസ് പിള്ളൈ അദ്ദേഹത്തെ ഫോളോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഉണ്ടോ അറിയില്ല. കുറച്ചൊരു വായനയും ചരിത്രബോധമൊക്കെയുള്ള ആൾക്കാർ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നതായിട്ട് കാണാം. അദ്ദേഹത്തിന്റെ ധാരാളം ഇന്റർവ്യൂകളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇന്റർവ്യൂ ഒന്നും കണ്ട് സമയം കളയണ്ട കേട്ടോ. ഐവറി ത്രോൺ ഇദ്ദേഹത്തിന്റെ പുസ്തകമാണ്, തിരുവിതാംകൂർ രാജകുടുംബത്തെ പറ്റി. ഫ്രാൻസിസ് ഇട്ടിക്കോര 15-ാം നൂറ്റാണ്ടിലെ ഒരു മലയാളി വ്യവസായി. അദ്ദേഹം കുറച്ച് ചരിത്ര കാലഘട്ടവും ആ കാലഘട്ടത്തിലെ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നോവലാണ് TD രാമകൃഷ്ണൻ. TD രാമകൃഷ്ണനാണ്. ഇട്ടിക്കോര. തോട്ടിയുടെ മകൻ തകഴി ശിവശങ്കരപ്പിള്ള. അത് പിന്നെ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, എവറിബഡി നോസ് അല്ലേ. തോട്ടിയുടെ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടിപ്പണി എടുക്കുന്ന 3-ാം തലമുറയിൽപ്പെട്ട ആള് സ്വന്തം പിന്നെ വ്യക്തിത്വവും അവകാശമൊക്കെ തിരിച്ചറിയുന്ന ഒരു കഥയാണ് തകഴിയുടെ തോട്ടിയുടെ മകൻ എന്ന് പറയുന്നത്. ചരിത്രവുമായി ബന്ധപ്പെട്ട നോവലുകൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കും, ആരും പേടിക്കേണ്ടതില്ല. അത് കൃത്യമായിട്ട് നമ്മൾ തരും, അതിൽ തന്നെ നമ്മൾക്ക് ഇരുന്ന് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയൊന്നും പഠിച്ചു നോക്കണം കേട്ടോ. ഐവറി ത്രോൺ, മനു എസ് പിള്ളൈ, ഐവറി ത്രോൺ. അപ്പൊ ഇതൊക്കെ മൊബൈലൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഇതിങ്ങനെ ടൈപ്പ് ചെയ്യുക. അപ്പൊ ഇതിന്റെ പുറംചട്ടകളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾക്കത് മനസ്സിൽ നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഗോയിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അറബി മലയാള കൃതിയായ മുഹിയുദ്ദീൻ മാല രചിച്ചത് ആര്? ഷെയ്ഖ് സൈനുദ്ദീൻ ആണോ, ഇദ്രീസ് ആണോ, സുലൈമാൻ ആണോ, ഖാസി മുഹമ്മദ് ആണോ? അറബി മലയാള കൃതിയാണ് മുഹിയുദ്ദീൻ മാല എന്ന് പറയുന്ന കൃതി. ആരാണ് രചിച്ചത് എന്നാണ് ചോദ്യം. ആരാ രചിച്ചത്? ഇതിപ്പോ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അല്ലെ. ഖാസി മുഹമ്മദ് ആണ് അല്ലെ. ഖാസി മാല, മുഹിയുദ്ദീൻ മാല. അതായത് ഇദ്ദേഹം അബ്ദുൽ ഖാദർ ജീലാനി എന്ന പ്രമുഖ സൂഫി വര്യൻ, അതായത് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി. അപ്പൊ ഈ മുഹിയുദ്ദീൻ ഇവിടെ ഉണ്ട്.
മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുന്ന സൂഫിയുടെ അപദാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രാധാന്യവും പ്രത്യേകതയൊക്കെ എടുത്ത് വാഴ്ത്തുന്ന ഒരു പുസ്തകമാണ് മുഹ്യിദ്ദീൻ മാല എന്ന് പറയുന്നത്. 17-ാം നൂറ്റാണ്ടിൽ അറബി മലയാളത്തിലാണ് നമ്മുടെ ഖാസി മുഹമ്മദ്, ആരാണ്? ഖാസി മുഹമ്മദാണ് മുഹ്യിദ്ദീൻ മാല രചിച്ചിട്ടുള്ളത്. ഖാസി മുഹമ്മദ്, മുഹ്യിദ്ദീൻ മാല അല്ലെ, ഖാസി മുഹമ്മദ്, പിന്നെ ആ മുഹമ്മദിന് ചെറിയ ചേഞ്ച്, മുഹ്യിദ്ദീൻ അല്ലെ, ഖാസി മുഹമ്മദ് മുഹ്യിദ്ദീൻ മാല, മുഹ്യിദ്ദീൻ മാല രചിച്ചത് എന്ന് ഓർത്തു വെക്കുക. സൂഫിസം കേട്ടില്ലേ നിങ്ങൾ? ഭക്തി പാരമ്പര്യ പോലെ, ഹിന്ദു മതവിഭാഗത്തിലെ ഭക്തി പാരമ്പര്യം പോലെ തന്നെ ഇസ്ലാം വിഭാഗത്തിലെ ഒരു പാരമ്പര്യമാണ് ഈ സൂഫിസം എന്ന് പറയുന്നത്. അഗാധമായിട്ടുള്ള പ്രണയമാണ് അല്ലേ, ദൈവത്തോട് അഗാധമായിട്ടുള്ള പ്രണയം. അതായത് മറ്റു ആചാരങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് മനസ്സിൽ നമ്മൾ ദൈവത്തോടുമായി പ്രണയം, ഇതിനെയാണ് നമ്മൾ സൂഫിസം എന്ന് പറയുന്നത്. അപ്പം ഒരു സൂഫി ആയിരുന്ന മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട് ഖാസി മുഹമ്മദ് എഴുതിയിട്ടുള്ള പുസ്തകമാണ് മുഹ്യിദ്ദീൻ മാല എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പാർട്ട് 1 താൽക്കാലികമായിട്ട് നമ്മൾ നിർത്തുകയാണ്. നമ്മൾ ഇങ്ങനെയൊന്നും നിന്നാൽ പോരാ മക്കളെ, നമ്മൾ രസകരമായി ചിരിയിലൂടെയും പിന്നെ തമാശകളിലൂടെയും സ്ട്രെസ് ഫ്രീ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ നമ്മുടെ മനസ്സ് ശാന്തമായി വെക്കുന്നതിലൂടെയും രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ആ യാത്രയിൽ ചെറിയ ചെറിയ പോയിന്റുകൾ കുറിച്ചെടുക്കുക, പിന്നെ ഓൺലൈനായിട്ടും കുറിച്ചു വെക്കാം, ഇനി പേപ്പറോ ചെറിയ പുസ്തകം കയ്യിൽ വെച്ചിട്ട് അതിൽ പിന്നെ കുറിച്ചു വെക്കാം. എങ്ങനെയായാലും അത് കുറിച്ചു വെക്കുക, രാത്രി ഒന്ന് റിവൈസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ എല്ലാം അല്ലേ, കുറേ എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് പഠിക്കണം എന്നൊന്നുമില്ല. കിട്ടുന്നതെല്ലാം പഠിക്കുക. ഒരു പക്ഷേ കിട്ടുന്നതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ നമ്മളുടെ നോളജ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് അപ്ഗ്രേഡ് ചെയ്യും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പരീക്ഷയിലൊക്കെ ഉത്തരത്തിലേക്ക് എത്താനും എലിമിനേറ്റ് ചെയ്യാനൊക്കെ കപ്പാസിറ്റി ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഇന്ന് ഇവിടെ നിർത്തുന്നു. അടുത്ത ചോദ്യപേപ്പർ ഡിസ്കഷൻ ഉടൻ തന്നെ ഉണ്ടാവുന്നതാണ്. ഈ ഹിസ്റ്ററി അതേപോലെ തന്നെ പൊളിറ്റിക്സ് ഒക്കെ ആയിട്ടുള്ളത്, പിന്നെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള, ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ പിന്നെ ദിൽഷാദ് സാറ് നിങ്ങൾക്ക് നൽകുന്നതാണ്. കൂടുതൽ നമ്മളുടെ ഈ പ്രോഗ്രാമിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു മൊഡ്യൂൾ മറ്റു കാര്യങ്ങളൊക്കെ തരും. നമ്മൾക്ക് ഈ പ്രാവശ്യത്തെ അല്ലേ അതായത് ബാക്കിയുള്ളവർക്ക് പ്രചോദനമാകുന്ന അല്ലേ, വെറുതെ ഒരു അധ്യാപകനല്ല, ബാക്കിയുള്ളവർക്ക് പ്രചോദനമാകുന്ന ഒരു തലമുറയെ നല്ല രീതിയിൽ വാർത്തെടുക്കാൻ കഴിയുന്ന ഒരു ആറ്റിറ്റ്യൂഡുള്ള, ക്വാളിറ്റിയുള്ള, ആത്മവിശ്വാസമുള്ള ഒരു അധ്യാപകനാവാൻ നമ്മുടെ പരീക്ഷ ക്വാളിഫൈ ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനുള്ള തീവ്രമായിട്ടുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.